മുത്തു ഇതുവരെ എത്തിയില്ലേ സാവിത്രി? ഇല്ല, സൊസൈറ്റിയിൽ പാലും കൊടുത്ത് രാത്രി തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞു പോയതാ. അങ്ങനെ താമസിക്കാറില്ലല്ലോ. ആശുപത്രി കിടന്നിരുന്ന ഗോമതിയുടെ കുട്ടിയാ. ഗോമതി ഇന്നലെ മരിച്ചു. അറിയാൻ താമസിച്ചത്. വൈകിയപ്പോഴേ തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഏതായാലും കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നന്നായി. അവിടെ ആരാ ഇന്ന് നോക്കാൻ? മോള് വാ. പാർവതി, ബുദ്ധിമുട്ടും പരാധീനതയൊക്കെ ഉണ്ടെങ്കിലും ആരോരുമില്ലാത്ത കുട്ടികൾ വന്നു ചേരുമ്പോ നിഷേധിക്കാൻ മനസ്സ് വരുന്നില്ല. കുട്ടിയെ കൊണ്ടുപോളൂ. നമ്മുടെ കൂട്ടത്തിലേക്ക് വന്ന പുതിയ അന്തേവാസിയാ. പതിവുള്ള നടത്തം മുടക്കണ്ട മുത്തച്ഛ, ഞാൻ എന്താ വന്നു കഴിഞ്ഞു. എന്താ എല്ലാരും കൃത്യമായിട്ട് സ്കൂളിൽ പോകണ്ടോ? എന്നാ കളിച്ചോ. അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? വണക്കം. ഇരിക്കാനൊരു നല്ല ബെഞ്ച് കൂടിയില്ല. മുക്കിന് ചാരായ ഷാപ്പിനൊരു പഞ്ഞുമില്ല. എന്താ ഗോപാൽസ്വാമി, ഇപ്പോഴും ഭാര്യ തല്ലുന്നുണ്ടോ? ഇപ്പൊ ഇല്ലേ? ഏയ്, എന്നാ ചിന്നമു, സുഖല്ലേ? സുഖം തന്നെ. இன்னைக்கு ஐயா 10 நிமிஷம் லேட். വയസ്സായി വരികയല്ലേ, സ്പീഡൊക്കെ ഇത്തിരി കുറയും. என்னம்மா சௌக்கியமா? சாப்பிடு. வணக்கம் பணிக்கிறேன் சார். இந்த எம்எல்ஏ நடராஜனை ஒன்னும் ஞாபகப்படுத்த வேண்டாம்.
ஹாஸ்பிட்டல் ஹைஸ்கூலும் தானே. எஜுகேஷன் மினிஸ்டர் கிட்ட புரியலையா? மலையாளத்துல சொல்லி தொலைக்கிறேன். வித்யாபியாச மந்திரி கிட்ட சொன்னேன், ஃபயல் வரட்டும் பார்க்கலாம் என்று சொன்னார். 2 വർഷമായി ഫയൽ വരാൻ തുടങ്ങിയിട്ട്. 2 வருஷம் தானே. கேட்டா இமீடியட்டா கொடுப்பறதுக்கு இது என்ன பார் லைசன்ஸா? ஸ்கூலு தானே. கவலைப்படாதீங்க, உங்க கேரளா மந்திரி சபையில நான் ஒரு மந்திரியாக போறேன். இந்த மீனாட்சிபுரம் நியோஜக மண்டலத்தினுடைய ஃபேஸே சேஞ்ச் மாறிடுவேன். நான் சொன்னது பிடிக்கலையா? எடியூகேஷன்னா எங்க பாஷையில கல்வி. ஒரு எடியூகேஷன் மினிஸ்டருக்கு எழுதவும் படிக்கவும் தெரியணும் இல்ல. எக்ஸைஸ் மந்திரி குடிகாரனா இருக்கணுமா? ஆഭ്യന്തര மந்திரி கொலகாரனா இருக்கணுமா? இனி வித்யாபியாச மந்திரிக்கு ஏதாவது வித்யா தெரியணும்னா இந்த நடராஜருக்கு தெரியாத வித்யா? என்னடா சோமாரி பசங்களை கூறுது? நான் என்ன துணி இல்லாம நிக்கிறடா? இங்க ஓடுங்கடா திருட்டு பசங்க. வரட்டுமா? ഡൈ സോപ്പ് വണ്ടി സ്റ്റാർട്ട് ഇയാള് പറയുന്ന കാര്യം എന്തേലും നടക്കും മുത്തശ്ശ? നടക്കും. നാട്ടുകാരുടെ കാര്യമല്ല, ആ രാജമാണിക്യ നാടാരുടെ കാര്യം. ഇത് ഞാൻ കേട്ട് കേട്ട് മടുത്തു. ഇവിടെ കിസ്തും കിസ്തു കുടിശ്ശികമെന്നല്ല കാര്യം, വരുമാനമാണ് പ്രശ്നം. വണക്കം സാർ. ആ അല്ല, പിന്നെ MLA സാറിന്റെ വരവെന്താ? നാടാരുടെ പുതിയ ദൗത്യം വല്ലതും ഉണ്ടോ? புதுசா ஒண்ணும் இல்ல, பழையதுதான். இந்த வாட்டி கண்டிப்பா அந்த டிஸ்ட்ரிக்ட் லைசன்ஸ் கிடைக்கலன்னா நான் மீனாட்சிபுரத்துக்கு திரும்பி போக மாட்டேன், இங்கேயே கிடக்க போறேன். இங்க வேണ്ട, താൻ പോയി ആ സെക്രട്ടേറിയറ്റ് നടയിൽ പോയി കിടക്ക്. பார்த்தேன், அங்க இனி இடம் கிடையாது, ஹவுஸ் ஃபுல். பெர்மனண்டா ஷெட் போட்டு நிறைய பேര് കിടக்குறாங்க. ഞാൻ എക്സൈസ് മന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം നാടാർക്കെന്നല്ല ആർക്കും പുതിയ ലൈസൻസ് കൊടുക്കേല. லைசன்ஸ் கொடுக்க மாட்டாயா? என்ன அந்த மாதிரி பேசுறீங்க? போன எலெக்ஷன்ல சிஎம் தலைவர் நாடாருக்கு ப்ராமிஸ் கொடுத்தாச்சு. ഇലക്ഷനിലെ മെജോറിറ്റി கிடைச்சா ഡിസ്റ്റിലറി ലൈസൻസ് കൊടുക്കറേന്ന്. கிடைச்சாச்சே. നാടാരുടെ പേര് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കണ്ട. CM വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ താൻ അവിടെ പോയി വാങ്ങിച്ചോ. സിഎമ്മോட വാക്കും പഴയ ചാക്ക് ഒന്നുതാൻ. ആമാ, ഇലക്ഷനുക്ക് കാശ് മേടിക്കാൻ നാടാർക്കിட்ட വന്നപ്പോ സിഎം മാത്രമല്ലായിരുന്നല്ലോ. അല്ലായിരുന്നു, അയാളുടെ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. ആമാ, അതുകൊണ്ടാ പറഞ്ഞത് അങ്ങോട്ട് ചെന്ന് ചോദിക്കാൻ. ഫോൺ പണ്ടിട്ടുമാ? സാധ്യമല്ല, നേരിട്ട് പോയി കണ്ടാ മതി. അപ്പടിയാ? ഇതെന്നെ ഡോർ. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ രാജമാണിക്യ നാടാർക്ക് വാക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ വകുപ്പ് വീതം വെച്ചപ്പോ എക്സൈസ് ആ ബാലേന്ദ്രന്റെ പാർട്ടിക്കാർ പിടിച്ചു മേടിച്ചില്ലേ? പിടിച്ചു വാങ്ങുறதுக்கு ഇത് എന്നാ ദുരിതാശ്വാസ ഫണ്ടാ? സാർ വിചാരിച്ച അയാളെ വരച്ചവരെ നിർത്തിക്കൂടെ? എടോ, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സർക്കസിലെ ട്രപ്പീസ് കളിക്കാരനെ പോലെയാ. ഒന്ന് പിഴച്ച താഴെയാ. എല്ലാവരും ഇങ്ങനെ കൈയൊഴിഞ്ഞാ എന്റെ ഗതി ரொம்ப കഷ്ടം. നാടാർക്കിட்ட நான் என்ன சொல்லும்? ഡിസ്റ്റിലറി ലൈസൻസ് കിടക്കലേനാ എന്നോട് ഹെഡ് റിമൂവ് பண்ணிடு സാർ. ഇക്കാര്യത്തിൽ ഞാൻ ഇൻട്രസ്റ്റ് എടുക്കാനായിട്ടല്ല, എല്ലാം ഡൊണാൾഡ് കമ്പനിക്കാരുടെ വേലയാ. ബാലേന്ദ്രന് അവരുടെ ആളാ. മീനാക്ഷിപുരത്ത് ഇങ്ങനെയൊരു ഡിസ്റ്റിലറി വന്നാ അത് അവരുടെ കേരളത്തിലെ മാത്രമല്ല തമിഴ്നാട്ടിലെ മാർക്കറ്റിനെയും ബാധിക്കും. ഏതായാലും ഞാൻ സംസാരിച്ച് നോക്കാം. കണക്ക് മീ എക്സൈസ് മിനിസ്റ്റർ. MLA നടരാജൻ ഇവിടെ വന്നിട്ടുണ്ട്. തനിക്കെന്താടോ ഇക്കാര്യത്തിൽ ഇത്ര വാശി? വാശിയുടെ കാര്യമൊന്നുമല്ല സാറേ, വയറ്റിപ്പിഴപ്പിന്റെ കാര്യമാണ്. ഈ ഒരു ചെറിയ വകുപ്പും വച്ച് വല്ല ചായക്കാശ് കിട്ടുന്നതും തടയാൻ മാണിക്യ നാടാരല്ല മരകത നാടാര് വന്നാലും ഞാൻ സമ്മതിക്കേല. ആഫ്റ്റർ ഓൾ, ഹൂ ഈസ് ദിസ് ബ്ലഡി നാടാർ? இந்த ராஜமாணிக்க நாடார் யாருன்னு அந்த அயோக்கிய பயலுக்கு நான் காட்டுறேன். சீக்கிரம் காட்டி கொடுங்க. அந்த ஷாவுக்ராக்கி மினிஸ்ட்ரியில இருந்தா நம்ம விஷயங்கள் நடக்கவே நடக்காது. டேய் நடராஜா, இன்னும் எண்ணி 8 நாளைக்குள்ள அவன் அந்த சேர்ல இருக்க கூடாது. அதுக்கு நான் என்ன பண்ண முடியும்? சேர தூக்கி இங்க கொண்டு வந்து போட்டா போதுமா? அறிவு கெட்டவனே, அதையா நான் கேட்டேன். கேரளாவுல இப்ப என்ன விசேஷம்? இப்போ தோட்டண்டி பாம் ஆயில். பாம் ஆயில் எனக்கு தெரியும். அது என்னடா தோட்டண்டி? தோட்டண்டினா மேல ஃப்ரூட், கீழே என்ன மேல ஃப்ரூட் கீழே கேஷ்யூ நட். ஓஹோ, அதுவா? ஆமா, இன்னும் ஒரு வாரத்துக்குள்ள கேரளாவுல விழா கொண்டாட்டம் ஏதாவது இருக்கா? விழா கொண்டாட்டம் அதான் ஃபெஸ்டிவல்ரா. ஃபெஸ்டிவலா? இருக்கு. வைஸ் சான்சலர் கெராவோ பண்றது. அது தினம் நடக்கிற கூத்து. அதை யாரா கேட்டது? ஃபெஸ்டிவல்ரா. ஓ, ஃபெஸ்டிவலா? இருக்கு. ஓணம். ஓ என்ன நோயம். ஆஹா, அருமையான இங்கிலீஷ். தேங்க் யூ. ஆமா, ஓணத்துக்காக கவர்மெண்ட் எத்தனை லோடு ஸ்பிரிட் ஸ்பெஷலா ஆர்டர் பண்ணிருக்கு? நான் டெலிபோன் பண்ணி கவர்னர் கிட்ட கேட்ட விவரத்தை சொல்றேன். அடாடாடாடாடா, இப்படி ஒரு புத்திசாலி MLA-வை நான் உலகத்துல பார்த்ததே இல்லடா. ஆஹா, என்ன அறிவு, என்ன அழகு. வெளிப்படா நாயே. போ துரை.
ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കുറവാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഈ ലക്കാപ്പിച്ച കാശ് കൊടുത്താൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എക്സ്ക്യൂസ് മീ, പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് ഈ സംഭവത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താ പറയാനുള്ളത്? ഈ കൊലയാൾ സർക്കാരിന്റെ തനിനിറം ജനമധ്യത്തിൽ ഞാൻ പൊക്കിപ്പിടിക്കും. ഒന്നും രണ്ടുമല്ല, 350 പേരുടെ ജീവനാണ് ഈ മദ്യദുരന്തം മൂലം അപഹരിക്കപ്പെട്ടിട്ടുള്ളത്. 1500 പേരുടെയെങ്കിലും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴല്ലേ 1982 നിലമേൽ മദ്യദുരന്തം ഉണ്ടായത്? അത് അന്ന് 80 പേർ മാത്രമല്ലേ മരിച്ചുള്ളൂ. 300 പേരുടെ കണ്ണേ പോയുള്ളൂ. അന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കുത്തി നടക്കാൻ ഞങ്ങൾ വഴികൾ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു. എന്താ ഇനി പ്രതിപക്ഷത്തിന്റെ നിലപാട്? രാജിയിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാവില്ല. മന്ത്രിസഭ രാജിവെച്ചുകൊണ്ട് പ്രശ്നം തീരുവോ? തൽക്കാലത്തേക്ക് തീരും, ഇല്ലെങ്കിൽ തീർക്കും. പോട്ടെ, എനിക്ക് വൈക്കത്ത് ഒരു ഓണാഘോഷ പരിപാടി പങ്കെടുക്കാറുണ്ട്. ഓക്കെ. ജനരോഷം അടക്കാൻ എക്സൈസ് മന്ത്രി രാജിവെച്ചേ തീരും. പ്രതിപക്ഷത്തിന് അടിക്കാൻ കിട്ടിയ വടിയ. അവര് മുതലെടുക്കുന്നതിന് മുൻപ് ഈ സർക്കാരിന്റെ നിലനിൽപ്പിനെ പറ്റി ആലോചിക്കണം. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ലല്ലോ. ഇത്തരം ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ രാജിവെക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം രാജിവെക്കണമായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നൂറുകണക്കിന് ആൾക്കാരുടെ ജീവനാ ഉറുതി കൊടുത്തത്. സർക്കാർ സപ്ലൈ ചെയ്ത സ്പിരിറ്റിൽ മീതയിൽ ആൽക്കഹോൾ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും എക്സൈസ് മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇത് താനുണ്ടാക്കുന്ന ആദ്യത്തെ പ്രശ്നമൊന്നും അല്ലല്ലോ. കൂടുതൽ നാറാതെ സ്വയം രാജിവെച്ച് ഒഴിയുന്നതാണ് നല്ലത്. നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ ബാലചന്ദ്രൻ രാജിവെച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചു. സംസ്ഥാനത്തുണ്ടായ വിഷമദ്യ ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് മന്ത്രി രാജിവെച്ചത്. அது ஆஃப் பண்றா. எப்படிடா என் பிளான்? அடடடா, ரொம்ப பிரமாதம். இந்த மாதிரி புத்தி உலகத்துல யாருக்குமே கிடையாது. பின்னென்ன, உன்ன மாதிரி களிமண்ணு தலைய நினைச்சியா? அப்படி நான் சொல்லவே இல்லை. ஹலோ. வணக்கம் வணக்கம். அப்படியா? வெல்கம் வெல்கம், தேங்க்யூ. டேய், சிஎம் போன்ரா. உங்க போன் இல்லையா? சிஎம் போன் அடிச்சிருக்காரா, நாளைக்கு இங்க வரேன்னு. உங்க வீட்டுக்கு வராரா? பின்ன உன் வீட்டுக்கா? என் வீட்டுக்கு வராரா நாளைக்கு? தலைவரே, பந்து இப்ப உங்க கோர்ட்ல தான். கோல் போஸ்ட்ல கோல் இல்லை. நீங்க கரெக்டா எய்ம் பண்ணி காலை தூக்கி ஒரு அடி அடிச்சீங்கன்னா கோல் ஷுவர். சபாஷ், உனக்கு மூளை இருக்குதா? போதும். போதுமா? തുറക്കടാ. മര്യാദക്ക് തുറക്കാനാ പറഞ്ഞത്. ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ട് എന്നെ ഈ ലോക്കപ്പിലിട്ട് കൂട്ടിയത്? ലോക്കപ്പ് മരണം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. മര്യാദക്ക് തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. എടാ തുറക്കടാ, എടാ തുറക്കാൻ. പൊട്ടപ്പെടെ നോക്കടാ. എടാ കൊരങ്ങ, ഒരു പോലീസുകാരനെ കൊന്നിട്ട് ജയിലിൽ പോവാൻ ഞാൻ തയ്യാറില്ല. അതുകൊണ്ട് നിന്നെയൊക്കെ വെറുതെ വിടുന്നു. ആരും കാണാതെ അതിനകത്തൊന്ന് ഉറങ്ങാൻ കിടന്നതാ. അപ്പൊ അതിനകത്തിട്ട് പൂട്ടുക. നിനക്കൊന്നും എന്നെ മനസ്സിലായിട്ടില്ലടാ പട്ടി. ഇവിടെ പറഞ്ഞതാ. ഇത് മാതൃക പോലീസ് സ്റ്റേഷൻ. അയ്യോ, രാജമാണിക്യ നാടാരുടെ വീട്ടില്. എടോ, നാളെ നാടാരുടെ വീട്ടില് സിഎം വരുന്നു. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി. தலைவரே, அவர் வந்தாச்சு. வாங்க வாங்க. முக்கிய அமைச்சர் வாழ்க, முக்கிய அமைச்சர் வாழ்க, முக்கிய அமைச்சர். ஓ, என்ன ஸ்பீடு. வணக்கம் சார். வணக்கம் முதலமைச்சரே, நல்லா இருக்கிறீங்களா? എന്താ നാടാരെ, കളിയാക്കാണോ? എനിക്ക് സൂഹിക്കാൻ പറ്റിയ സമയമാണല്ലോ. வாங்க உள்ள போய் பேசுவோம். മുഖ്യ அமைச்சர். ഓ ശരി. പിന്നെ ഒരു സല്യൂട്ട് ഇവിടെ ആകാം.
MLA സല്യൂട്ട് ചെയ്യാൻ ഇന്ത്യൻ പോലീസ് റൂളിൽ അങ്ങനെ നിയമമൊന്നുമില്ല. നിയമമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷേ വെറും ഒരു സാധാ പോലീസ് മൂത്ത് ഏഡ് മൂത്ത് ഇൻസ്പെക്ടറായി നിൽക്കുന്ന തന്നെ വീണ്ടും ഒരു വെറും സാധാ പോലീസാക്കി മാറ്റാൻ എന്നെ പോലൊരു MLA-ക്ക് വരെ കഴിയും. കാണണോ? ഉനക്ക് പാക്കണമാ? MLA നിന്നെ നല്ലായിரு നീ കട്ടപ്പുമ്മ ഫാമിലി. ആറാട്ട് നന്നാവണമെന്ന് ആനയ്ക്കുണ്ടോ നിർബന്ധം? അതിന് കുറെ പട്ടയും മടലും തിന്നണം. ഏത് തെണ്ടിയെ സല്യൂട്ട് ചെയ്താൽ എന്താ? ജീവിക്കണ്ടേ? നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോടോ. ഓ, തനിക്ക് അതിന് ഉത്തരല്ലേ? എന്നാ തനിക്ക് ഇരിക്കട്ടോ ഒരു സല്യൂട്ട്. കൊണ്ടുപോയി തിന്ന്. ബാലേന്ദ്രനെ ഒതുക്കാമെന്ന് താൻ പറഞ്ഞപ്പോ അത് ഇത്രത്തോളം കടന്നു കൈയായിരിക്കും നീ കരുതിയില്ല. 100-300 പേരുടെ ജീവനല്ലേ പോയത്? 3 கோடிக்கு மேல ஆள் உள்ள இந்த ஸ்டேட்ல 300 பேர் செத்து போனது ரொம்ப சின்ன விஷயம். ஆனா ஏன் டிஸ்டிலரி அது பெரிய விஷயம். ஆமாமா, டிஸ்டிலரி தான் பெருசு, உயிரா முக்கியம். അതൊക്കെ ഇനി എങ്ങനെ നടക്കുന്നതാടാ? நடக்கும். அதுக்கு நான் வழி சொல்றேன். എങ്ങനെ? நான் சொல்ற ஆள் எக்ஸைஸ் மினிஸ்டர் ஆகணும். അതെങ്ങനെയാ നാടാവേ? ബാലേന്ദ്രന്റെ പാർട്ടിക്കല്ലേ എക്സൈസ് വകുപ്പ്. അവരത് വിട്ടുതരുമോ? தரமாட்டேன் தலைவரே. நான் அந்த கட்சியில சேர்ந்து மினிஸ்டர் ஆகட்டுமா? ஆமா, வாயை மூடிட்டு சும்மாறா. அத பத்தி நீங்க கவலையே படாதீங்க. அந்த விஷயத்தை நான் ஏற்கனவே டீல் பண்ணி வச்சிருக்கிறேன். அந்த கட்சிக்காரன் தான் மந்திரி ஆகணும். முள்ளால தானே எடுக்கணும். CK மினிஸ்டர் ஆகணும். CK-யோ? அந்த ஆளு MLA இல்லையே. அது ஒரு ப்ராப்ளம் இல்லடா. 6 மாசத்துக்குள்ள வந்தா போதும். அடடா, அப்படி ஒரு ரூல் இருக்கா? അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമാണോ? മാത്രമല്ല CK-യുടെ പൊളിറ്റിക്കൽ ഇമേജ് അത്ര ക്ലിയർ അല്ല. ஆமாமா, அந்த இமேஜ் கிளியர் உள்ள ஆள் வந்தா நம்ம விஷயம் நடக்காது. இந்த விஷயத்துல இன்னொரு ரிஸ்க் எடுக்க நான் தயாரா இல்ல. இது ஏன் விஷயம் மட்டும் இல்ல, உங்களுக்கு சம்பந்தப்பட்ட விஷயம். அதனால இதுக்கு கரெக்டான ஒரே ஒரு ആൾ CK. മിന്നുന്ന ഫ്ലാഷ് ലൈറ്റുകൾക്ക് മുന്നിൽ കള്ളവാറ്റ് കേന്ദ്രങ്ങളിലും കഞ്ചാവ് തോട്ടങ്ങളിലും കാക്കിക്കുപ്പായമിട്ട് വേഷം കെട്ടി റെയ്ഡിന് നേതൃത്വം കൊടുത്ത് ചീപ്പ് പോപ്പുലാരിറ്റി നേടാൻ ശ്രമിക്കുന്ന ഒരു തറ മന്ത്രിയായിരിക്കില്ല ഈ CK രാധാകൃഷ്ണൻ. അപ്പോ അവർക്കെതിരെയുള്ള അങ്ങയുടെ പോളിസി കർശനമായിരിക്കില്ല എന്നാണോ? വളരെ കർശനമായിരിക്കും, എല്ലാ തലങ്ങളിലും. സംസ്ഥാനത്തുണ്ടായ മദ്യദുരന്തത്തിന്റെ അനന്തര നടപടി എന്താണ്? ദുരന്തമുണ്ടായി എന്നത് അത്യന്തം ഖേദകരമാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ. കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ. കുറ്റക്കാരാരായാലും ശിക്ഷിക്കപ്പെടും. MLA അല്ലാത്ത സാറിനെ തന്നെ മന്ത്രിയാക്കിയതിന്റെ പിന്നിൽ പ്രത്യേക ഉദ്ദേശം വല്ലതുണ്ടോ? കാശുണ്ടാക്കാൻ മിടുക്കനായ ഒരാൾ വേണം. എനിക്കല്ല, ഖജനാവിലേക്ക്. സർക്കാരിന് ഏറ്റവും വരുമാനമുള്ള വകുപ്പല്ലേ. വകതിരിവുള്ള ഒരാൾ വേണമെന്ന് തോന്നിക്കാണും പാർട്ടിക്ക്. ഏത് മണ്ഡലത്തിൽ നിന്നായിരിക്കും സാർ മത്സരിക്കുക? എക്സ്ക്യൂസ് മീ, യുവർ ഗുഡ് നെയിം പ്ലീസ്? കവിത മേനോൻ, ഡൽഹി ടൈംസ്. വെൽ മിസ് കവിത മേനോൻ, അത് ഞാനല്ലല്ലോ, പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഓക്കെ, വി വിൽ മീറ്റ് അഗൈൻ. ഡിസ്റ്റിലറിയെ പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട നാടാരെ. ഈ CK മന്ത്രിയായിരുന്നാൽ മീനാക്ഷിപുരത്ത് 1 അല്ല 9 ഡിസ്റ്റിലറി അനുവദിക്കും. പക്ഷേ പ്രശ്നം അതല്ല. 6 മാസത്തിനകം ജയിച്ച് MLA ആവണ്ടേ ഞാൻ. അതിനെ പറ്റി ഒരു മണ്ഡലം ഏതാണുള്ളത്? ഷൊർണൂരിലെ കലാമണ്ഡലം ഇരിക്കെ ഇല്ലയാ தலைவரே? வாய மூடுறா. அத பத்தி நீ ஒன்னும் கவலைப்படாத. நீ ஜெயிக்க கூடிய கான்ஸ்டிட்யூன்ஸ நாடார் கொடுக்கறேன். ഏതാണെന്ന് പറ നാടാരെ. ഇലക്ഷൻ വരുമ്പോ മുന്നണികൾ പോലും ഷുവർ സീറ്റിന് വേണ്ടി കയ്യും കാലോട്ട് അടിക്കുക. ഒറ്റയ്ക്ക് നിന്നാൽ കേരളത്തിലെ 140 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഓരോന്നിലും ചുരുങ്ങിയത് 10,000 വോട്ടെങ്കിലും പിടിക്കാൻ പറ്റിയ ഏത് പാർട്ടിയാ ഇവിടെ ഉള്ളത്? സ്വന്തം സീറ്റ് സ്വന്തം നിലയിൽ നിലനിർത്താമെന്ന് ചങ്കി കൈവച്ചുകൊണ്ട് പറയാൻ പറ്റിയ ഏത് നേതാവാണ് ഇവിടെ ഉള്ളത്? പ്രതിപക്ഷ നേതാവിന് പറ്റുമോ? എന്തിനു നമ്മളെ CM-ന് പറ്റുമോ? ഈ ഐക്യമുന്നണി എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വെറും ഒരു പെരട്ടായ നാടാരെ. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുകച്ചില്. பயப்படாத அமைச்சரே, உட்காரு. உனக்கு மீனாட்சிபுரம் போதுமா? மீனாட்சிபுரமா? அப்ப நீ ரிசைன் பண்றா, அவன் ரிசைன் பண்ணிடுவான். மீனாட்சிபுரம் எலெக்ஷன் ஒரு பிரச்சனையே இல்ல. நான் சொன்னதுக்கு அப்புறம் மீனாட்சிபுரத்துல ஒரு இலை கூட அசையாது. நீங்க வெறும் நாமினேஷன் மட்டும் சைன் பண்ணுங்க. பாக்கி விஷயத்துல நான் பாத்துக்கிறேன். ரோட்ல போற இவன மாதிரி கழுதையெல்லாம் MLA ஆக்கி இருக்கிறேன். உங்க விஷயம் எனக்கு ரொம்ப ஈஸி. நான் சொன்னது கரெக்ட் தானே நடராஜா? நடராஜா, நடராஜா, ரீத் வைக்கிற மாதிரி பண்ணாதரா. ശ്രീരാമചന്ദ്രനാണ് ചിത്രം. വനവാസിന് പോകുന്ന ശ്രീരാമൻ. സാറിന് നല്ല കാലം കഴിഞ്ഞു.
ചക്രവർത്തിയാകാനുള്ള യോഗം ഉണ്ടായിരുന്നു. കൈകൈ അത് നഷ്ടപ്പെടുത്തിയില്ലേ? അതുപോലെ കൈ കിട്ടത് വായിലെത്തില്ല. ഇനി 14 കൊല്ലം പഴയ ജോലി ചെയ്യണം. യോഗ അതാ കാണുന്നു. എന്ത് പണിയാ ചെയ്തിരുന്നത്? പണി വല്ലതും അറിയാമായിരുന്നു ഈ MLA പണിക്ക് പോകുമായിരുന്നോ? ബസ് സ്റ്റാൻഡിൽ കൈനോട്ടമായിരുന്നു. കഴിഞ്ഞിട്ടോ ഒരു രൂപയില്ല. ഇപ്പൊ ഇതേ ഉള്ളു കൊച്ചേ നിവൃത്തി. ദരിദ്രവാസി പാലം കേക്കാൻ വന്നിക്കണം. സാറേ ഒന്ന് നിന്നേ നിന്നേ നിന്നേ. ഞാനാ MLA സാറ് റിസൈൻ ചെയ്യാന്ന് കേട്ടു. യാർ சொன்னது? அப்படி ஒரு டிசிஷன் நான் எடுக்கலையே. ஆனால் நாடாரெடுத்தாச்சு. அப்படியா? எனக்கு இன்ஃபர்மேஷன் கிடைக்கவே இல்லையே. காலையில அவர் நிக்கர் போட்டு எண்ணெய் தேய்ச்சி நிக்கிறது பார்த்துட்டு தானே நான் வந்தேன். എങ്ങനെ അറിഞ്ഞു? സാറിനെ ഞാൻ രാവിലെ മുതൽ തപ്പി നടക്കുകയായിരുന്നു. എതുക്ക്? എടോ, തനിക്ക് ആ നാടാര് ഇടാൻ തന്ന വാച്ചും മാലയും വൈരമോതിരവും താൻ ആർക്കോ വിറ്റു എന്ന് നാടാര് പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ. സത്യം പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ? പറയണോ? സത്യം പറയാം. ഞാനത് സ്വർണ്ണപ്പണിക്കാരൻ സ്മഗ്ലർ സുബ്ബയ്യ റെഡ്ഡിയാർക്ക് വിറ്റു. ജീപ്പിക്കാര് ഈ ഷാളും ഷർട്ടും ഊരിത്ത നാടാര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ അവിടെ വെക്കേ. നിക്കടാ, അടിക്കടാ സലോട്ട്. അങ്ങനെയല്ല, ശരിക്കടിക്കടാ. പദവി പോയ പട്ടിക്കും വേണ്ടാന്ന് ഇപ്പൊ തനിക്ക് മനസ്സിലായല്ലോ. കേരള ജീപ്പില് ജീപ്പിൽ കയറുന്നതിന് മുമ്പ് ഞാനൊരു തമാശ പറഞ്ഞോട്ടെ? തമാശയാണെങ്കിൽ പറയാം. എന്റെ ഭാരത മാതാവേ, മാതാവേ, ഏതൊണക്ക പോലീസുകാരനെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് ഒരു നാട്ടിൽ MLAക്ക് വന്നല്ലോ. ഇതാണോടാ തമാശ? ഇതാണ് തമാശ. ഇതാണോടാ തമാശ? കേരള ജീപ്പില് പോലീസുകാരോടാ തമാശ? നിന്നെ ഞാൻ ഇടിച്ചിടിച്ച് മന്ത്രിയാക്കുന്നു. പണിക്കര് സാറോ? അകത്തോട്ടിരിക്കാം. സാർ ഇവിടെ ഉണ്ടെന്ന് കേട്ടിരുന്നു. സൗകര്യമായിട്ട് ഒന്ന് കാണണമെന്നും വിചാരിച്ചിരുന്നതാ. അതെ, കോളേജിലെ വാദ്യാര് പണിയൊക്കെ നിർത്തി കുറച്ചു കാലം സ്വസ്ഥമായിരിക്കണം എന്ന് തോന്നി തുടങ്ങിയപ്പോ ഈ മലമ്പ്രദേശത്ത് വന്ന് ഇത്തിരി സ്ഥലം വാങ്ങിച്ചു കൂടി. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആരെയും ബോധ്യപ്പെടുത്തണ്ടല്ലോ. അത് നന്നായി ഇപ്പൊ തോന്നുന്നില്ലേ സാറിന്? അതുകൊണ്ടല്ലേ ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടായത്? ശരിയാണ്. ഒരു നാടാരാണ് ഇവിടുത്തെ രാജാവ്. വ്യക്തിത്വമില്ലാത്ത കുറെ മനുഷ്യരും സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് അയാൾ അവരെ എല്ലാം അടിമകളാക്കി വെച്ചിരിക്കുക. ഇവിടെ ചാർജ് എടുക്കും മുമ്പേ കേട്ടിട്ടുണ്ട് നാടാരെ പറ്റി. ആ, കുറെ പേരെ പലപ്പോഴായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്റെ കൂടെ കൂട്ടി. പിന്നെ ആരോരുമില്ലാത്തവരും വഴിമുട്ടിയവരും വഴി പിഴച്ചവരുമായ കുറെ പെൺകുട്ടികൾ. അവർക്ക് തൊഴിൽ ചെയ്യാനും പാർക്കാനും ഒരിടം, അത്രയൊക്കെ ആയി. ഇനിയിപ്പോ ഒരു സ്കൂളും ഡിസ്പെൻസറിയും. അതിന്റെ കടലാസ് യുദ്ധം തുടങ്ങിയിട്ട് കാലം കുറയായി. ആ, ഞാൻ നോട്ട് ചെയ്തിരുന്നു. അതിനായി 5 ഏക്കർ സ്ഥലം നാട്ടുകാർ വിട്ടു തന്നതും അറിയാം. പക്ഷേ ഫണ്ടില്ലാന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയാ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നത്. സോറി സാർ. അതിനിപ്പോ ആശയത്തിനാ സോറി പറയുന്നത്? ആശയായതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത്. കളക്ടർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ. തീർച്ചയായും സാർ. ഇതിനെന്നല്ല, സാറിന്റെ ഏത് പ്രവർത്തനത്തിനും ഞാൻ കൂടെയുണ്ട്, എന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്. അത് മതി. അറിയാമോ ആശാമത്തിനെ കുറിച്ച്? ആ, ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മാഡത്തെ പറ്റി. മുത്തച്ഛൻ. മുത്തച്ഛനോ? ആ, ഇവള് മാത്രം എന്നെ അങ്ങനെ വിളിക്കുക, ഈ പാർവതിക്കുട്ടി. ഓടാ പിള്ളേരെ, വെളി ഇറങ്ങാൻ മേല കൂവലിന്റെ കാശ. എന്റെ ദൈവമേ, എന്തു പറ്റി? സൈക്കിൾ ചവിട്ടി തളർന്നോ? തളരാതെ എന്ത് ചെയ്യും സാറേ? ഇത്രയും നാൾ ഒരു പട്ടിയെ പോലെ കാലി നക്കി നടന്ന എന്നെ ഓർക്കപ്പുറത്തല്ലയോ നാടാര് തങ്ങിക്കളഞ്ഞത്. നടരാജന്റെ വേഷം മാറിയപ്പോ ഭാഷയും മാറി. ഇനിയിപ്പോ ആ വേഷവും ഭാഷയും കൊണ്ട് എന്ത് പ്രയോജനം? ഇടി കിട്ടിയതും മോഷണ കേസിൽ പ്രതിയായതും മിച്ചം. ആ, ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? ഇനിയുള്ളതൊരു വലിയ പരിപാടിയാണ്. എല്ലാ വഴികളും അടഞ്ഞപ്പോ ഇവിടെ വന്ന് അഭയം തേടിയാലോ എന്ന് ആലോചിച്ചതാ. ഈ ചുറ്റുവട്ടത്ത് അടുപ്പിക്കാൻ കൊള്ളാത്തവനാണ് ഞാനെന്ന് പണിക്കർ സാറിന് അറിയാവുന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ഞാൻ നാട്ടിലോട്ടൊന്ന് പോട്ടെ. അപ്പൊ നാടുണ്ടോ? പിന്നെ കുഴിത്തുറ. അവിടെ പോയി ഒരു കളി കളിച്ച് കുറച്ച് കാശുമായി ഞാൻ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കാം നാടാരാണോ നാടാര്, അല്ലെ ഈ നടരാജനാണോ നാടാരെന്ന്. അന്ന് പണിക്കര് സാറും സാറിന്റെ ആൾക്കാരും എന്നോടൊപ്പം ഉണ്ടാവണം. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, ആ, വരട്ടെ വരട്ടെ. வணக்கம்.
சீக்கே இவங்க எல்லாம் பணிக்கர் ஆசிரமத்துல இருக்கிறவங்க. ஆனா நம்ம எஸ்டேட்ல வேலை செய்யற பசங்க எங்க இருந்தாலும் நமக்கு தான் ஓட்டு போடுவாங்க. அப்படியா? போற வழியில தான் சர்வோதய ஆசிரமம் இருக்கு. போகும்போது ஒரு பார்வை பார்த்துட்டு போயிடுவோம். சரி. வணக்கம் பணிக்கர். சௌக்கியமா? இவர் சி.கே. ராதாகிருஷ்ணன், நம்ம ஸ்டேட் எக்ஸைஸ் மினிஸ்டர். சி.கே. இவர் ரொம்ப பெரிய மனுஷன். இங்க டிஸ்பென்சரி ஸ்கூல் எல்லாம் வரணும்னு ரொம்ப ஆசைப்படுறாரு. நீ அதுக்கெல்லாம் கொஞ்சம் ஏற்பாடு பண்ணிட. அவருக்கு சொல்லிட்டேன். സർവോദയം പണിക്കരെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ചു. അനുഗ്രഹിക്കണം. സ്കൂളും ഡിസ്പെൻസറിയും എന്താണെന്ന് വെച്ചാൽ? സ്കൂളും ഡിസ്പെൻസറിയും എക്സൈസ് വകുപ്പിന്റെ കീഴിലല്ലോ. ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി രാജമാണിക്യം നാടാർക്ക് ആവശ്യമുള്ള ഡിസ്റ്റിലറിയോ ബാറോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. നാടാരെ, നമ്മളൊന്ന് സൂക്ഷിക്കുന്നതാ നല്ലത്. വലിയ ജനസമ്മതിയുള്ള ആളാണ് പണിക്കരെന്നല്ലേ? பணிக்கர் என்னையா பண்ணிடுவான்? நீ மீனாட்சிபுரத்துல நிக்கிறன்றதுக்காக யாரும் உனக்கு ஓட்டு போட்ட மாட்டாங்க. നാടാരോട് ആളിன்றதுக்காகத்தான் உனக்கு ஓட்டு போடுவாங்க. அதுதான் உன் யோகிதை. എന്റെ പൊന്നു നാടാരെ, ഈ പറയുന്നതൊക്കെ സത്യമാ. പക്ഷേ ഇതല്പം രാഷ്ട്രീയമായി കാണുന്നതാ ബുദ്ധി. ஓ அப்படியா? அப்ப என்ன செய்ய போற? നമുക്ക് ആലോചിക്കാം. വരൂ. പണിക്കര് സാറല്ലേ? ഉണ്ട്, ഇരിക്കൂ. ഇപ്പൊ വിളിക്കാം. ഇതാരെ? അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇരിക്കൂ. പണിക്കര് സാറിനെ കാണേണ്ട ആവശ്യം എനിക്കാണെങ്കിലോ? കൺഗ്രാറ്റുലേഷൻ സാർ. സ്കൂളും ഡിസ്പെൻസറിയും സാങ്ഷൻ ആയിരുന്നു. വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സംഗതികൾ വളരെ ഫാസ്റ്റാ. തറക്കല്ലിടാൻ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വരുന്നു. ഇതൊക്കെ വെറും ഇലക്ഷൻ സ്റ്റണ്ട് ആയിരിക്കും മാഡം. ഇലക്ഷൻ നടക്കുന്ന മണ്ഡലത്തിൽ ജനക്ഷേമ പദ്ധതികളൊന്നും അനുവദിക്കരുത് എന്നല്ല നിയമം. നിയമം മാർഗം തെറ്റാണെങ്കിലും ഗുണം കിട്ടുന്നത് ഈ ഗ്രാമത്തിനല്ലേ? നമുക്ക് സന്തോഷിക്കാം. അവസാനം ഓർമ്മക്കുറിപ്പ് പോലെ ഒരു ശിലാഫലകം മാത്രം അവശേഷിക്കും. നോ കമന്റ്സ്. ഒക്കെ രാഷ്ട്രീയം, ഫേറ്റ്. ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യണം. ഉദ്ഘാടനം മന്ത്രി, അധ്യക്ഷനായി സാറായിരിക്കണമെന്ന് മിനിസ്റ്റർക്ക് നിർബന്ധം. ക്ഷണിക്കേണ്ടത് എന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി. സാറിന്റെ കൺകറൻസ് വേണ്ട മുത്തച്ഛ. ഇത്രയും കാലം മുത്തച്ഛൻ പാടുപെട്ടിട്ട് വോട്ട് തട്ടിയെടുക്കാൻ ഒരു മന്ത്രി. എന്തുമാവട്ടെ, എന്റെ പേര് വെച്ചോളൂ. ഞാൻ വരാം, വന്നിരിക്കും. അതിമനോഹരമായ ഈ ഗ്രാമപ്രദേശത്ത് ഒരു സ്കൂളും ആശുപത്രിയും സ്ഥാപിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ ഇവിടെയുണ്ട്. എന്നാൽ സത്യം എന്താണെന്ന് നല്ലവരായ നാട്ടുകാർ അറിയണം. ഒട്ടേറെ എതിർപ്പുകൾ ഉണ്ടായിട്ടും അസംബ്ലിയിൽ ഇക്കാര്യം ഞാൻ 1000 തവണ ആവർത്തിച്ച് വാദിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂളും ആശുപത്രിയും ഇവിടെ സ്ഥാപിതമായത് എന്നറിയിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതെന്റെ വകുപ്പല്ലെങ്കിൽ കൂടിയും നിങ്ങളിൽ ഏവരുടെയും എല്ലാവിധ പിന്തുണയും ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. மீனாட்சிபுரம் மக்கள் அனைவருக்கும் என் மனமார்ந்த வணக்கங்கள். இந்த சந்தோஷமான நேரத்திலே இன்னொரு சந்தோஷமான விஷயத்தை சொல்ல ஆசைப்படுகிறேன். வரப்போகும் பை எலெக்ஷனிலே சி.கே. அவர்கள் இந்த தொகுதியிலே நிற்கிறார். எப்போதும் போல அவரை ஜெயிக்க வைக்க வேண்டியது உங்களுடைய கடமை. சி.கே. ஜெயிச்சால்
அது நாடார் ஜெயிச்ச மாதிரி. நன்றி, வணக்கம். അടുത്തതായി സർവോദയ സംഘം പ്രസിഡന്റ് ശ്രീ ആർ കെ പണിക്കർ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതാണ്. പ്രസംഗത്തിൽ എനിക്ക് വിശ്വാസമില്ല. പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കാതിരിക്കുക, പ്രവർത്തിക്കാത്തത് പ്രസംഗിച്ച് നടക്കുക. അതാണ് ഈ കാലഘട്ടത്തിൽ പ്രസംഗവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം. എങ്കിലും ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ആശുപത്രിയും സ്കൂളും നമുക്ക് അനുവദിച്ചു തന്നത് തന്റെ ശ്രമം കൊണ്ടാണെന്ന് മന്ത്രി അവകാശപ്പെടുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതേ മന്ത്രി ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഈ ചടങ്ങിൽ വലിഞ്ഞു കയറി വന്ന നാടാര് പറയുന്നു. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ സ്കൂളും ആശുപത്രിയുമെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ രാഷ്ട്രീയവും അധികാരവും ആവശ്യമില്ല എന്ന വിശ്വാസ പ്രമാണക്കാരനാണ് ഞാൻ. പക്ഷെ ഇപ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നാടാർന്നെത്തുന്ന കുറ്റിച്ചൂലുകൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാറാണ് പതിവ്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ നാടിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ നന്മയുടെ പ്രതിനിധിയായ ഒരാൾ സ്ഥാനാർത്ഥിയായി ഉണ്ടാവണം. ജയ് ഹിന്ദ്. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്നുറപ്പായി. ഓരോ ദിവസം കഴിയും തോറും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ നാടാരെ പോലുള്ള സാമൂഹ്യ ദ്രോഹികൾ അധികാരം കയ്യിലെടുക്കുകയാണ്. ഒരു തുറന്ന സമരത്തിന് നമ്മൾ ഇനിയും താമസിച്ചാൽ സ്കൂളിന് അനുവദിച്ച സ്ഥലത്ത് ഡിസ്റ്റിലറി വരും. നമ്മുടെ ഈ പുൽക്കുടിലുകൾ ചാരായ ഷാപ്പുകളായി മാറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിൽ ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കണം. ഞാൻ നിக்கிறേ സാർ. അന്ത നാടാർക്ക് കെട്ടിവെച്ച പണം കിടക്ക പോറതില്ല. നമ്മുടെ പക്ഷത്ത് നിന്ന് ആര് നിന്നാലും ജയിക്കും. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ വ്യക്തമായി പറയാനും അംഗീകരിപ്പിച്ചെടുക്കാനും പ്രാപ്തിയുള്ളവരായിരിക്കണം എന്ന് മാത്രം. നിങ്ങളൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി. പിന്നെ ആര് നിക്കണം സാർ? പണിക്കര് സാർ തന്നെ, അല്ലാതാരാ? പണിക്കര് സാർ, പണിക്കര് സാർ. ഞാനല്ല, ഞാൻ പ്രവർത്തിക്കേണ്ടത് ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. ഇതൊരു വലിയ പ്രസ്ഥാനമാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ സ്വപ്നം. തെരഞ്ഞെടുപ്പും പ്രസംഗവും ഒന്നും എന്റെ കർമ്മമണ്ഡലമല്ല. എങ്കിൽ ആര് നിക്കണം? സാറ് തന്നെ പറയാം. പാർവതി, പേടിക്കരുത്, ഞാനുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. ഈ ചുറ്റുപാടിനപ്പുറത്ത് വേറൊരു ലോകമുണ്ട്. അതറിഞ്ഞു വേണം നിങ്ങളൊക്കെ വളരാൻ. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? யோ சீக்கே, நீ ஏன் அனாவசியமா பயந்து சாவற? அவன் யாரோ ஒரு பொண்ணை காட்டி உதார் காட்டுறான், நீ ஏன் நடுங்கிற? ഇതത്ര ഈസിയായി കാണരുത്. பார், இது மீனாட்சிபுரம். நீ ஏன் ஆளு? இங்க எம்எல்ஏ யாரு, எம்பி யாருன்னு முடிவெடுக்கிற ராஜா நானு. ഉറപ്പൊന്നും പറയാനൊക്കില്ല നാടാരെ. റിസ്ക് എടുക്കുന്ന അപകടമാണ്. അവളെ മത്സര രംഗത്ത് നിന്ന് മാറ്റാൻ തനിക്കാവുമോ? ഞാൻ പറഞ്ഞല്ലോ കുട്ടി, എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് നീയാണ്. അല്ല മുത്തച്ഛ, ആളുകൾ പറഞ്ഞെന്ന് വെച്ച് ഈ ഇലക്ഷൻ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാ കുഞ്ഞൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. അതല്ല മുത്തു, ആര് നിൽക്കോ ജയിക്കോ ഭരിക്കോ ചെയ്യട്ടെ, ഈ ആശ്രമവും ഇവിടുത്തെ കാര്യങ്ങളും അതുപോരെ. പോരാ, ആളുകളുടെ ആവേശം കണ്ടില്ലേ? ഇപ്പൊ നീയാ അവരുടെ മനസ്സിലെ പ്രതീക്ഷ. തന്നെയുമല്ല, നീ പിന്മാറിയാൽ ഇതുപോലുള്ള കള്ളന്മാരല്ലേ വീണ്ടും വരിക. ഇത്രയും ജനങ്ങളുടെ പിന്തുണ ഉള്ള സ്ഥിതിക്ക് നീ മത്സരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. யோ பணிக்கர், உன்னை பெரிய மனுஷன் நினைச்சேன், ஆனா ஏமாத்திட்ட. இந்த மீனாட்சிபுரத்திலேயே என்னை எதிர்த்து பேசுற ஒரே ஆள் நீதான். இங்க நான் வச்சதுதான் சட்டம். உனக்கு ஜே போடுறவெல்லாம் என் வீட்டு எச்ச தின்னுவேன். இதுதான் சர்வோதயமா? பணிக்கர், சீக்கியவுக்கு எதிரா நீயோ இந்த பொண்ணோ எலெக்ஷன்ல நின்னால் அவ்வளவு தைரியமா? இங்க இருக்கிறவெல்லாம் கை கால் இல்லாம வீடு வாசல் இல்லாம நடுத்தருவில் நிக்கணும்னு ஆசைப்படுறியா?
பணிக்கர் என்கிட்ட மோதாதே. മിസ്റ്റർ രാജമാണിക്യം നാടാർ, ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നു. നേരിടേണ്ടത് ആൾബലം കൊണ്ടും ഭീഷണി കൊണ്ടുമല്ല. ജനങ്ങൾ സത്യത്തിന്റെ ഭാഗത്താണോ നിങ്ങളുടെ ഭാഗത്താണോ എന്ന് അവർ തെളിയിക്കും. சாபாஷ்! இந்த ராஜமாணிக்க நாடார் கூட ஒரு எதிராளி கிடைச்சிட்டான். பாத்தீங்களா? ஏற வண்டியில ஏறு. காட்டுற இந்த ராஜமாணிக்க நாடார் யாருன்னு காட்டுறேன். ஏற வண்டிய. നായന്റെ മക്കളെ, നാടാരുടെ ഫാക്ടറിയിലും തോട്ടങ്ങളിലും പണിയെടുത്ത് കൂലി മേടിച്ച് നക്കിയിട്ട് പണിക്കർക്ക് ജയ് വിളിച്ച് കിടക്കുന്ന പട്ടികളെ. ആർക്കാണ് ആ ചൊക്കിളി പെണ്ണെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തേണ്ടത്? ആരാണ് അവൾ വോട്ട് പിടിക്കാൻ നടക്കുന്നത്? വോട്ട് പിടിച്ചാൽ നീയൊക്കെ എന്ത് ചെയ്യണ? പറയടാ, നീയൊക്കെ എന്ത് ചെയ്യും? ഓ, പണിക്കരുടെ വളർത്തുപട്ടി. അതേടാ, പട്ടി തന്നെ, കടിക്കുന്ന പട്ടി. പണിക്കർ സാർ ഞങ്ങളുടെ ദൈവമാണ്. നിന്റെയൊക്കെ കൂലി മേടിച്ചിട്ടുണ്ടെങ്കിലേ അത് ഞങ്ങളെ ചോര ഒഴുക്കിട്ടാടാ. ഈ പ്രാവശ്യം പണവും ചാരായം കൊടുത്ത് വോട്ട് ചോദിക്കാൻ വന്നാ ഇറങ്ങി വരടാ. എന്നിട്ട് ചങ്കൂറ്റത്തോടെ പറയുന്നു പാർവതി പണിക്കർക്ക് തന്നെയാ വോട്ടെന്ന്. ഇനിമേ സാരി പണം സാരായ ഏതാച്ചും ഇങ്ങ കൊണ്ടുവന്നീங்கன்னா കാലം മുറിച്ചു വിടുവേ. ജാഗ്രത പോകടാ. നമ്മ വോട്ട് പാർവതി, നമ്മ വോട്ട് നമ്മ വോട്ട് പണിക്കർ സാർ, പണിക്കർ സാർ, നമ്മ വോട്ട് നമ്മ വോട്ട്. എന്താ കൈ വിറയ്ക്കുന്നുണ്ടോ? നാളെ നാട് ഭരിക്കേണ്ട കൈകളല്ലേ? മുത്തച്ഛനും പിന്നെ എല്ലാരും കൂടി നിർബന്ധിച്ചതുകൊണ്ടാ ഞാനിതിനൊക്കെ. ധൈര്യമായിട്ടിരിക്കെ. പണിക്കരി സാറിന്റെ കൊച്ചുമോളല്ലേ? ബി ബോൾഡ്. എക്സ്ക്യൂസ് മീ സർ, പാർവതി പണിക്കർ മത്സരിക്കുന്നതിനെ കുറിച്ച് എന്താ സാറിന്റെ അഭിപ്രായം? കെട്ടിക്കേണ്ട പ്രായത്തിൽ കെട്ടിച്ചയച്ചില്ലെങ്കിൽ ഇങ്ങനെ ചില ദുർബുദ്ധിയൊക്കെ തോന്നും. തന്നെ കൂടെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. அவர் அப்படித்தாம ஜோக் அடிப்பாரு. சீக்கே, இவங்க தான் உங்க எதிராளி. അത് ശരി. വയസ്സുകാലത്ത് പണിക്കർ സാറിന് തോന്നിയ ബുദ്ധി കൊള്ളാം. വല്ല ആടോ മാടോ നൂൽനൂൽപ്പോ ഒക്കെ ആയിട്ട് ഇരുന്നാ പോരെ. ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ വേറെ ആണുങ്ങളുണ്ടല്ലോ. മേഡം, രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ എന്തെങ്കിലും പ്രചോദനം? അതിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. പിന്നെ മത്സരിക്കുന്നതോ? മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെ. ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിച്ച സ്ഥാനാർത്ഥിയോടാ. ഉണ്ട്. ചാരായം വന്നു. ആ മോളെ, ഒരൊറ്റയാളെ വിടാതെ എല്ലാവരും നേരിക്കാണണം. അറിയാതെ പോലും വാഗ്ദാനങ്ങളൊന്നും കൊടുക്കരുത്. നീയാണ് അണികളുടെ ശക്തി, അത് മറക്കരുത്. ശരി മുത്തച്ഛ. ഓ, നമസ്കാരം. നമസ്കാരം. വന്നെത്താൻ കുറെ പാടുപെട്ടു. എന്നെ മനസ്സിലായോ? പ്രതിപക്ഷ നേതാവിനെ മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റുമോ? വളച്ചു കെട്ടാതെ കാര്യം പറയാമല്ലോ. ആ CK കിട്ടും നാടാർ കിട്ടും അടിക്കാൻ എനിക്ക് കിട്ടിയ ഒരു വടിയായി ഈ തെരഞ്ഞെടുപ്പ്. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ഞാൻ സാറിന്റെ കൂടെയാ. അത് പറയാലാ ഞാൻ വന്നത്. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വിട്ടുതരിക. നിങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള കളിക്ക് കരുവായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിട്ടുതരാൻ തയ്യാറല്ല. ആദർശമൊക്കെ നല്ലത്. എനിക്ക് സാറിനോട് ഒന്നേ പറയാനുള്ളൂ. കളിക്കാൻ ഇറങ്ങിയാൽ കളിക്കണം. അല്ലാതെ ഈ സ്വതന്ത്രൻ എന്നൊക്കെ പറഞ്ഞിറങ്ങിയാൽ ഒരിടത്ത് നിൽക്കാൻ ഒക്കത്തില്ല. ഏതായാലും ഞങ്ങളുണ്ട്. നാടാരെ, നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല കാര്യങ്ങളുടെ കിടപ്പ്. കണ്ടില്ലേ വാർത്തകള്? ആ പെണ്ണിന്നൊരു ഹീറോയിനായി മാറിയിരിക്കുകയാണ്.
പ്രതിപക്ഷത്തിന്റെ പിന്തുണയും കൂട്ടത്തിൽ നമ്മുടെ ഭാഗത്തുനിന്നുള്ള പാര വേറെയും. ശാന്തിഗ്രാമിലെ 30,000 വോട്ടെന്ന് പറഞ്ഞാൽ അത് വളരെ നിർണായകമാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. எனக்கு எதிரா ஓட்டு போட மீனாட்சிபுரத்துல எவனுக்காவது தைரியம் உண்டா? അതൊക്കെ പണ്ട്. എടോ നാടാരെ, ഇന്ന് ജനങ്ങൾക്ക് തന്നേക്കാൾ ബുദ്ധിയുണ്ട്. താൻ പിച്ചച്ചട്ടിയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന റൊട്ടിക്കഷ്ണങ്ങൾ നുണഞ്ഞുകൊണ്ട് തന്നെ അവർ പണിക്കരുടെ തലോടലിൽ നിന്ന് കൊടുക്കും. நீ தோத்தா அது நாடார் தோத்தா மாதிரி. அதுக்கு நான் விட மாட்டேன். അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു തൊലക്കേ. அப்பாஸ் அமானுல்லா கான் கேள்விப்பட்டிருக்கிறியா? அவன் பேரை கேட்டாலே டெல்லி நடு நடுங்கும். விலைக்கு வாங்குவான். அவன் ஏன் ஆள். ஜெயிக்கிற அவனை வச்சே இந்த ராஜமாணிக்க நாடார் ஜெயிக்கிறேன். कोई हिलने की कोशिश मत करना. सारा माल अब्बास के पास दे दो. जल्दी. नाचो और मस्ती मारो. की रंग उड़ेगा, ढोल नगाड़े बाजे, कान्हा की भक्ति की धुन पर कान्हा गोरी नाचे. आई बसंती रुत हमरी नगरिया,
मारो न गोरी हम पे तिरछी नजरिया, आई बसंती रुत हमरी नगरिया, मारो न गोरी हम पे तिरछी नजरिया, तेरे नैनों ने हम पे कैसा ये जादू किया, तेरे बिना ना लागे मोरा जिया, आई रे लाई रे लाई रे आजा मस्तानी खेलेंगे होली, गालों पे तेरे रंग देंगे रंगोली, नैन गुलाबी चाल शराबी, तंग हुई है काहे तेरी ये चोली, ये रूप तेरा ये रूप तेरा ये रंग तेरा, काहे लुभाए मनवा ओ सजनी, रंगीला खेल कबीला साजन है हमारा, इनका सूरज रात का चंदा लागे प्यारा प्यारा, रंग रंगीले खेल कबीले गोरे है हमारी, मंद मंद मुस्कान तुम्हारी लागे प्यारी प्यारी। कैसी ये मन में आशा जगाई, सारे बदन में कैसी हलचल मचाई, करके इशारा यूं वाला, रातों की मेरी तूने लिया उड़ानी, आज नहीं छोड़ेंगे आज नहीं छोड़ेंगे, प्यार नहीं छोड़ेंगे, हमसे कभी न डरना सजनी, रंगीला खेल कबीला साजन है हमारा, इनका सूरज रात का चंदा लागे प्यारा प्यारा, रंग रंगीले खेल कबीले गोरी है हमारी, मंद मंद मुस्कान तुम्हारी लागे प्यारी प्यारी, मारो लाए पे पीछे तारे सावरिया, अंगिया भीगे मोरी भीगे चुनरिया, तेरे नैनों ने हम पे कैसा ये जादू किया, तेरे बिना ना लागे मोरा जिया, आई रे आई रे लाई रे दिल्ली की एमपी है सोलानाथ ठाकुर। हाँ साहब, कैसे हो? सब ठीक है ना? क्या केरल? नहीं साहब, नहीं, ये सब उधर नहीं चलेगा। जी साहब, सोच के बदलूंगा। കേരളത്തിലേക്കല്ലേ നമുക്ക് പോവാം ഭായി, ഞാനും വരാം. വേണ്ട, കുട്ടിക്കാലത്ത് എന്നോ മറന്ന നാടാ, ഇനി അങ്ങോട്ട് വേണ്ട. അതല്ല ഭായി, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് അവിടെ പോണമെന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. നമുക്ക് പോവാം ഭായി, ഒരിക്കൽ മാത്രം. നോക്കാം.
രാജമാണിക്യം നാടാർ. അബ്ബാസ് അമാനുള്ള ഖാൻ. வாங்கோ வாங்கோ அப்பாஸ் அமானுல்லா கான். உங்களை பார்த்ததுல எனக்கு ரொம்ப சந்தோஷம். டேய், இவருக்குன்னு ஏற்பாடு பண்ணிருக்கிற கெஸ்ட் ஹவுஸ்ல இவரை தங்க வைங்கடா. அங்க உங்களுக்கு எல்லா சௌகரியமும் கிடைக்கும். ഈ തോന്നിവാസത്തിന് മുഖ്യമന്ത്രിയുടെ മൗനാനുവാദം ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം. ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാൻ സാധിക്കില്ല. അന്വേഷിക്കാം. എന്തു പറഞ്ഞാലും ഈ അന്വേഷണം. നോർത്ത് ഇന്ത്യയിലെ ഒരു അധോലോക നായകൻ എക്സൈസ് മന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനർത്ഥം? അയാൾ വന്നത് വേറെ വല്ല കാര്യത്തിനും ആയിക്കൂടെ മിസ്റ്റർ സാനന്ദൻ? വേറൊരു കാര്യത്തിനുമല്ല, ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി തന്നെയാ. ആ നാടാരും CK-യും കൂടെ കളിക്കുന്ന തീക്കളിക്ക് നിങ്ങളും കൂടുതൽ കൈയാണോ? ഇത് പ്രശ്നമാവും. ഈ കാര്യം പിടിക്കാവുന്നിടത്തെല്ലാം ഞാൻ പൊക്കി പിടിക്കും. എല്ലാരും കൂടെ എന്റെ നേരെ കുതിര കയറാൻ വന്നാലോ? എന്റെ പൊന്ന് സാറേ, ഞാൻ പത്രിക സമർപ്പിക്കാൻ മാത്രമേ എന്റെ മണ്ഡലത്തിൽ പോയിട്ടുള്ളൂ. ഈ അബ്ബാസ് അമ്മാനുള്ള ഖാൻ ആരാണെന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഞാൻ UP പോയിട്ടുമില്ല. ഏതോ ഒരു പീറ പത്രക്കാരി എന്തോ എഴുതിയെന്ന് വെച്ച്. അങ്ങനെ വെറുതെ എഴുതിയൊന്നുമല്ല. ഇലക്ഷൻ അട്ടിമറിക്കാൻ ബിരുദനായ ഒരുത്ത ഇങ്ങടെ മണ്ഡലത്തിൽ വന്ന് താമസിക്കുമ്പോ ഇങ്ങക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റൂല. നിങ്ങളൊരു മന്ത്രിയാ. ആളുകൾ ചോദിച്ചു തുടങ്ങി എന്ത് സമാധാന പറയാ? സാഹിബ് വലിയ വർത്താനൊന്നും പറയണ്ട. അനഭിമതരായ 2 പാകിസ്ഥാനികളെ സ്വീകരിച്ചാദരിച്ച് കോഴി ബിരിയാണിയും വെച്ച് തക്കരിച്ച കഥ പണ്ട് സ്കൂപ്പായി പത്രത്തിൽ വന്നല്ലോ. അന്ന് ഒച്ചപ്പാടുണ്ടായപ്പോ എന്ത് കോപ്പുണ്ടാക്കി നിങ്ങളൊക്കെ. ഇന്നെല്ലാരും കൂടെ എന്നെ പുകച്ച് പുറത്ത് കാണിക്കാൻ നോക്കുകയാണല്ലേ. ഞാൻ വേണേ പോയേക്കാം എന്റെ MLA-മാരോടൊപ്പം. പക്ഷെ മന്ത്രിസഭ ഉരുണ്ട് താഴെ വീഴും. അതിന് നിങ്ങളും തയ്യാറായിരിക്കണം. CM എന്ത് പറയുന്നു? ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ജനങ്ങൾ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ജനം കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്നു. ചെന്ന് നോക്ക്, വിവരം അറിയും. വോട്ട് CK. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ഇപ്പൊ വലിച്ചെടുക്കുന്നത്? CK, ആ കവിതാ മേനോൻ എന്ന് പറഞ്ഞ പത്രക്കാരിയാ ഇതിന്റെയൊക്കെ പിന്നില്. എക്സ്ക്യൂസ് മീ, മിനിസ്റ്റർ ഒരു അർജന്റ് പ്രസ് കോൺഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയാ? അത് മോളിലാ. Stop there! ഉത്തരേന്ത്യൻ അണ്ടർവേൾഡ് കിങ് കേരളത്തിൽ ഉത്തരേന്ത്യയിലെ പോളിംഗ് ഓഫീസർമാരുടെയും പോലീസുകാരുടെയും പേടി സ്വപ്നം 1987 അലിഗഡ് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പട എന്ന ഗുണ്ടാ സംഘത്തെ ഒറ്റയ്ക്കടിച്ചു തകർത്ത് ബൂത്ത് പിടുത്തത്തിൽ റെക്കോർഡ് തകർത്ത വൺ മാൻ ആർമി. അണ്ടർവേൾഡിന്റെ മാനസപുത്രൻ അബ്ബാസ് അമാനുള്ള ഖാൻ. കൊള്ളാം, നല്ല ഭാഷ, നന്നായിരിക്കുന്നു. പക്ഷേ അച്ചടിച്ച ഫോട്ടോ തെളിഞ്ഞിട്ടില്ല. ക്യാമറ ലോഡ് ചെയ്തതാണോ? അതെ. ഗുഡ്. ക്ലിക്ക്. പേടിക്കണ്ട, ജസ്റ്റ് ഫോർ മോഡലിംഗ്. കയ്യിൽ തോക്കില്ലെങ്കിൽ പിന്നെ എന്ത് അണ്ടർവേൾഡ്.
Now you can go. Just a minute. Be smart. Don't be over smart. At last. എങ്ങോട്ടാ? ഒന്ന് കറങ്ങിട്ട് വരാം. ആരോടും അധികം സംസാരിക്കാനും അടുക്കാനും നിൽക്കണ്ട. സ്ഥലം പുതിയതാ. സംജാ? ठीक है भाई. जंग. இப்படி இருந்தா எப்படி வேலை செய்ய முடியும்? எங்களுக்கு மஜா வேணாம். ഞാൻ എന്ത് വേണം മണിയമ്മേ? வேலை செய்யும்போது ஒரு பாட்டு பாடுறதில்ல? அந்த மாதிரி அருமையான ஒரு பாட்டு பாடு. അയ്യോ എനിക്ക് പാടാനൊന്നും അറിയില്ല. பாடலனா இங்க யாரும் வேலை செய்ய மாட்டாங்க. ஏய் என்ன சொல்றீங்க? இல்லன்னா நான் பாடிடுவேன். പാടിക്കോ. எல்லாரும் என் கூட சேர்ந்து பாடுறீங்களா? நான் பாட போறேன். പാട്. கொட்டுங்க கை ரெண்டும் தட்டி கொட்டுங்க, கெட்டுங்க பாட்டுக்கு நெட்டும் கெட்டுங்க. வைகை வந்த நேரம் வைகை நதியோரம் வண்ணக்கிளியாளோ தண்ணிக்கு போனாளே. எல்லோரும் கொட்டுங்க கை ரெண்டும் தட்டி கொட்டுங்க, கெட்டுங்க பாட்டுக்கு நெட்டும் கெட்டுங்க.
ഏയ് അല്ല നിങ്ങൾ എന്തിനാ ഓടുന്നേ? ഇയാൾ എന്തിനാ പുറകെ വരുന്നത്? നിങ്ങളുടെ പാട്ടും ഡാൻസും ഒക്കെ ഞാൻ കണ്ടു. അച്ഛാ ബഹുത്ത് അച്ഛാ. പിന്നെ എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഇതാണോ വീട്? അല്ല, കാട്. നിനക്ക് എന്താ അറിയേണ്ടത്? ആണുങ്ങളോട് ചോദിക്കടാ. അല്ല ഞാൻ നീ ആ നാളാളുടെ ഗുണ്ടല്ലടാ. നിനക്ക് വേണ്ട മുത്തു, ഞാനാ പറയുന്നത്. വേണ്ട. പോയി പറഞ്ഞിരുന്നിട്ട് മറ്റവനടുത്ത് കൈക്കത്തുള്ളവർ ഇവിടെ ഉണ്ടെന്ന്. എന്താ മുത്തേ കാണിച്ചത്? പാവം. പാവം. നിങ്ങൾക്കൊന്നും അവനെ അറിയാഞ്ഞിട്ടാ. ആരായ നമുക്കെന്താ ഇങ്ങനെ തല്ലിയിട്ട് വികാരം കാണിക്കുന്നേ? മുത്തച്ഛനെങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ. जगो हाँ एक चाय लाओ। ए, क्या हुआ? कुछ नहीं. സത്യം പറയടാ, എന്താ ഇത്? ഒന്നുമില്ല, ഒന്ന് വീണതാ. സച്ച് ബോളോ, സത്യം പറയാൻ. ആശ്രമത്തിലെ മുത്തുഭായി അടിച്ചതാ. ബസ് ഭായ് വേണ്ട, ബസ് ഭായ് മാറി നിൽക്കടാ. ബസ് ഭായ് ഞാനാ പറയുന്നത്. ബസ് ഭായ് മാറി നിൽക്കാൻ. മുത്തു എവിടെ? ഇവിടെ ഇല്ല, കോളനി കാണും. ആരാ? ബസ് ഭായ് വേണ്ട, വേണ്ട ബസ് ഭായ്. മുത്തുവിനെ എങ്ങോട്ടേലും മാറ്റിക്കോ, അല്ല ബസ് ഭായ് കൊല്ലും. മുത്തു അല്ലേ? എന്തിനാടാ ജഗുവിനെ തല്ലിയത്? നീ ആരാടാ ചോദിക്കാൻ? വേണ്ട ബസ് ഭായ്, മുത്തുഭായിയെ ഒന്നും ചെയ്യരുത്. മേലിൽ ആരെങ്കിലും ഇവനെ തൊട്ടാൽ കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. വാ. வாங்கோ வாங்கோ சிங்கக்குட்டி, உட்காருங்க. அபாஸ் அமானுல்லா கான், சிகே எக்ஸைஸ் மினிஸ்டர், இங்க நிக்க போற കാൻഡിഡേറ്റ്. അല്ല, കോളനിയിലെ ആരെയോ കയറി തല്ലിന്ന് കേട്ടു. ഇത് ഉത്തരേന്ത്യയല്ല, ഗുണ്ടായുസൊന്നും ഇവിടെ ചെലവാകത്തില്ല. നോക്കി കണ്ടും കളിക്കണം. അതെന്റെ പേഴ്സണൽ കാര്യം. സാബിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ വാക്ക്. ഇലക്ഷൻ നടന്നാൽ സാബ് ജയിച്ചിരിക്കും. ടീക്കേ, அது போதும். നാടാർ 1 minute. ലുക്ക് മിസ്റ്റർ ഫെർണാണ്ടസ്, വെറും ഒരു പത്രവാർത്തയാണെന്ന് കരുതി എഴുതി തള്ളരുത്. There is concrete proof that he is an election mafia king. ഇതെന്താ വെള്ളരിക്കാപട്ടണമാണോ മാഡം? മാഡം പറയുന്ന പോലെ കുതിരപ്പുറത്തും ജീപ്പിലും വന്ന് ആകാശത്തേക്ക് വെടിവെച്ച് ആളുകളെ വിരട്ടി ഓടിക്കാൻ അതൊക്കെ ഇവിടെ നടക്കുവോ? അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. 89-ല് UP-യിൽ വർഗീയ കലാപം ഉണ്ടാക്കി വോട്ടുകൾ തിരിച്ചതാണത്രേ ആ ക്രിമിനൽ. മീനാക്ഷിപുരം നിയന്ത്രിക്കുന്നത് രാജമാണിക്യം നാടാരാണെന്നല്ലേ പത്രക്കാർ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാടാർക്ക് UP എന്നൊരാളെ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ തന്നെ ആവശ്യത്തിന് ആളുകളില്ലേ? ഇവിടെയുള്ളവർ പോരെന്ന് തോന്നിക്കാണും. മാഡം എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മുകളിലിരിക്കുന്നവരുടെ ഓർഡർ എക്സിക്യൂട്ടീവ് ചെയ്യാനല്ലേ എനിക്ക് പറ്റൂ. അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ഈ ജില്ലയിലെ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യുന്നത് രാജമാണിക്യ നാടാരല്ല, ഞാനും നിങ്ങളൊക്കെയാണ്. വേണ്ട പ്രിക്കോഷൻസ് എടുത്തേ പറ്റൂ. I will see to it, madam.
ദൈവമേ, ഇയാളാണോ സി ഐ? ആരാ? കേട്ടിട്ടില്ലേ? മിന്നൽ മിന്നൽ രാജൻ. SI KD ദാമോദരൻ. എടുക്കടോ. ആ? എടുക്കാൻ. ഓ, ഇവനിട്ടതാ. പോടാ. ഇതെന്താ? മീനാക്ഷിപുരത്ത് നിയമപാലക. കൊള്ളാം. മേലിൽ ഇത് ആവർത്തിച്ചാൽ കേടിച്ചെടുക്ക. ആ, എന്താടോ ഇവിടെ കേടുകളാരുല്ലേ? ഇല്ല സാർ, ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാണ്. ഷടം. ഇതിൽ വെക്കാൻ ഒന്നും ഇതുവരെ കിട്ടിയില്ലേ? കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ് ജോലി ചെയ്ത സ്റ്റേഷനിൽ ഈ ഫോട്ടോ സ്റ്റുഡിയോയിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പോലെ? എന്താടോ മിഴിച്ചു നിൽക്കുന്നത്? സാർ ഇവിടെ ഈ ബോർഡിൽ വെക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അയ്യോ, ഞാൻ തന്നെ വേണോ ഇത് ഒട്ടിക്കാൻ? ഒട്ടിക്കടോ. സാർ, കുറച്ചു നാളത്തേക്ക് ഞാൻ ലീവിൽ പോവാ. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞാനൊന്ന് കണ്ടോട്ടെ. രാജമാണിക്യം നാടാർ. ഇത്തിരി പ്രസാദം തരൂ. അകത്തൊന്ന് വാങ്ങിച്ചൂടെ? ഞങ്ങളുടെ നാട്ടില് ഏതമ്പലത്തിൽ ഏത് വേഷത്തിലും കയറാം, കുളിക്കാതെയും കയറാം. ഇവിടെ അങ്ങനെ അല്ലല്ലോ, അതുകൊണ്ടാ. അന്ന് മുത്ത് തല്ലിയത് വല്ലാതെ നൊന്തോ? പിന്നെ തല്ലിയ നോവാതിരിക്കൂ. വാ, ഇവരോടൊന്നും അധികം സംസാരിച്ചേക്കണ്ട. എന്താണ് നിനക്കൊരു കാര്യം? എന്തിനു വന്നു? ഇൻസ്പെക്ടർ സാബ്, ഈ അബ്ബാസിനെ ഒതുക്കാൻ ഉണക്ക ലാത്തിയൊന്നും പറ്റില്ല. നിന്നെ ഒതുക്കാൻ എനിക്ക് ലാത്തിയുടെ ആവശ്യമില്ല. നായിന്റെ മോനെ. ഓഹോ, ചോട്ടാദാദ പിടിച്ചാദ. അവരെ തൊഴരുത്. അബ്ബാസ് ആരാണെന്ന് അപ്പോ അറിയും. എങ്കിലും അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അടിക്കടാ അവനെ. ഇൻസ്പെക്ടർ സാബ്, കൊള്ളാവുന്ന പോലീസുകാരെ എന്നും ഞാൻ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെ ഉപദ്രവിച്ചാലുണ്ടല്ലോ, എന്റെ പേരിൽ ഒരു കേസ് പോലും നിലവിലില്ല. എന്നെ കസ്റ്റഡിയിൽ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. കുറഞ്ഞ പക്ഷെ ഒരു വാറണ്ടെങ്കിലും സംഘടിപ്പിക്കാൻ നോക്ക്. ജഗോ, നിന്നെപ്പോലുള്ള ക്രിമിനൽസിനെ ഇടിച്ച് കണ്ണിന് ഇടിമിന്നല് പറിച്ചതിന് അവരെനിക്ക് ഓമന പേരാടാ മിന്നൽ. പോലീസുകാരെ ഇടിച്ചിട്ട് സ്റ്റേഷനിൽ കയ്യും വീശി ഇറങ്ങി പോവാന്ന് കരുതിയോടാ റാസ്കൽ.
മാറിക്കോ. നാണമില്ലടോ തനിക്ക്? ഒരു സർക്കിൾ ഇൻസ്പെക്ടർ സ്ട്രീറ്റ് റോഡിയെ പോലെ റോഡിൽ കിടന്ന് തന്നെ കുറിച്ച് എനിക്കറിയാം. ഓവർ സ്മാർട്ട് ആകാൻ നോക്കുന്നു. അബ്ബാസ് പോയി കാറി കയറിക്കേ. എന്താണോ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ മേടിക്കാൻ തിരക്കായോ തനിക്ക്? സാറേ നോൺസെൻസ്. தம்பி, விஷயம் தெரியலன்னா தெரிஞ்சவங்க கிட்ட கேட்டுக்கணும். அவங்க கிட்ட எல்லாம் விளையாடக்கூடாது. அப்பாஸ் அமானுல்லா கான் யார் தெரியுமா? അവൻ ആരായ എനിക്കെന്താടോ? അല്ല, നമ്മളാരാ? நான் யாரா? என்ன தெரியாதா உனக்கு? നല്ല തെരിയും. എന്നോട് കളിക്കരുത്. കളിച്ചാൽ ഈ മിന്നൽ ആരാണെന്ന് ഞാൻ തന്നെ കാണിച്ചു തരാം. சின்ன வயசு. ആരോടാ രാജൻ ഇത്ര വാശി? ടീച്ചർ, അല്ല മാഡം. കൃഷ്ണൻകുട്ടി, രണ്ട് ചേരം എടുക്ക. മാഡം ഈ ആ സമയത്ത് ഇതുവഴി വന്നപ്പോ വെറുതെ ഒന്ന് കയറണമെന്ന് തോന്നി. ഇരിക്കെ. കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോ വില്ലത്തരം കാണിച്ചിരുന്ന രാജൻ ഒട്ടും മാറിയിട്ടില്ല അല്ലേ? അറിഞ്ഞു ഇന്നുണ്ടായ ഭൂകമ്പം. മാഡം, ഞാൻ 100% പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ സംഭവം. യെസ്, ഐ നോ ഇറ്റ്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. രാജൻ ഇവിടെ വിടണമെന്നുണ്ടോ? ഏത് സ്റ്റേഷനും എനിക്ക് ഒരുപോലെയാ. പക്ഷെ ഇവിടെ വിടുന്നതിന് മുമ്പ് ഈ കാക്കി കുപ്പായിട്ടുകൊണ്ട് രാജമാണിക്യ നാടാരോട് പകരം വീട്ടണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നടക്കുമെന്ന് എനിക്കറിയില്ല. ഇലക്ഷനിൽ ഇവിടെ പലതും സംഭവിച്ചേക്കാം. അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് തോന്നി. ഇപ്പൊ അത് മാറി. രാജനിൽ, ധിക്കാരിയായ സർക്കിൾ ഇൻസ്പെക്ടർ രാജനിൽ സ്റ്റിൽ ഐ ഹാവ് കോൺഫിഡൻസ്. വേണ്ട, ഞാൻ ചോദിക്കാം. സാവിത്രി പഠിപ്പിച്ചോളൂ. എന്തേ? ഒന്നുമില്ല, ഈ സ്ഥലം കണ്ടപ്പോ ഒന്ന് കേറണമെന്ന് തോന്നി. മേം സാബ്, ബഹുമാനമുള്ളവരെ ഞങ്ങൾ അങ്ങനെയാ വിളിക്കുക. സാബിന് ഇപ്പോഴും എന്നെ പേടിയല്ലേ? മേം സാബ്, ഗംഗ ഒഴുന്നൊരു നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ഞാൻ സത്യമായി പറയൂ. ജഗുന്നാ പേര്. ഇവിടെ വന്നപ്പോ ആദ്യം കണ്ടത് മേം സാബിനെയാ. ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം തോന്നിയപ്പോ ആദ്യം മേം സാബിനെയാ ഓർമ്മ വന്നത്. മേം സാബ്, ഈ കുട്ടികളൊക്കെ ഇവരെ അനാഥരെന്ന് ഞങ്ങൾ പറയാറില്ല. കുട്ടികളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവരുതെന്ന് മുത്തശ്ശന് നിർബന്ധമാ. അവരിവിടെ വളരും, ഇവിടെ പഠിക്കും, ഞങ്ങളുടെ കുട്ടികളായി. അപ്പോ എനിക്കിവിടെ താമസിക്കാലോ? വീട് അങ്ങനെയൊന്നുമില്ല. ആരെന്ത് ജോലി എന്നാലും ചെയ്യും. പക്ഷെ എന്റെ പാട്ട് കേൾക്കാനാ എല്ലാവർക്കും ഇഷ്ടം. ഇവിടുത്തെ പോലൊന്നുമല്ല. അവിടെ പാടിയ നൃത്തം ചെയ്യും, നോട്ടുമാലകളിടും. ഹിന്ദി പാട്ട് മാത്രമേ അറിയൂ? പാട്ടുകൾക്ക് എന്തിനാ ഭാഷ? ഞാൻ എല്ലാ പാട്ടും പാടും. ആരാണ്? നമസ്തേ ജി. എന്താണ്? ഞാൻ വെറുതെ. നിങ്ങളെപ്പോലുള്ളവർക്ക് വെറുതെ കടന്നു കയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല ഇത്. മനസ്സിലായോ?
ഞാൻ വന്നത് കുഴപ്പമൊന്നും ഉണ്ടാക്കാനല്ല. ഇവിടെ വന്നപ്പോ സ്നേഹമുള്ള ചില മനുഷ്യരെ കണ്ടപ്പോ കളിച്ച് രസിച്ച് നടന്നൊരു കുട്ടിക്കാലം എനിക്കില്ല. തെരുവിൽ നിന്ന് ഞാൻ എത്തിയത് എല്ലുകളിൽ അഴുക്ക് ചാലിലേക്കാണ്. അവിടെ എനിക്ക് അഭയം തന്നത് അബ്ബാസ് ഭായിയ. സാബിനെ പോലെ ഒരാളാണ് എന്നെ കണ്ടെത്തിയിരുന്നെങ്കിൽ, ഇതുപോലൊരു സ്ഥലത്താണ് ഞാൻ വന്നു ചേർന്നിരുന്നെങ്കിൽ ഒന്നും എന്റെ കുറ്റമല്ലല്ലോ സാബ്. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വരുമ്പോ പഠിപ്പിക്കുന്ന സമയത്ത് വരാതിരിക്കുക. കുട്ടികളുടെ ശ്രദ്ധ മാറും, അതുകൊണ്ട് പറഞ്ഞത്. പോട്ടെ. ജഗോ കിതർ ഗയാ താ? ഞാൻ ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടു. നമ്മുടെ നാട് പോലെ നല്ല ഭായി, എന്ത് നല്ല ആൾക്കാരാ. നീ ഇവിടെ നല്ല ആൾക്കാരെ മാത്രമേ കണ്ടു കാണുള്ളൂ, അതുകൊണ്ട് തോന്നുന്നതാ. അല്ല ഭായി, അവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോ സ്നേഹോ വാത്സല്യോ എന്താന്ന് അറിഞ്ഞൂടാ. എന്താ നിനക്കാരുടെങ്കിലും മൊഹബത്ത് തുടങ്ങിയോ? ഹേയ്, അതുകൊണ്ടൊന്നുമല്ല. ആകെ മനസ്സിനൊരു സുഖം. മനസ്സിന് സുഖമുള്ളപ്പോഴാണല്ലോ പാട്ട് പാടാൻ തോന്നുക. നീ ഒരു പാട്ട് പാട്. ഫിലിമോക്കി ഗീത് ഇഷ്ടമുള്ളത്. തുളുമ്പും മഞ്ഞു കൂട്ടിലെ നിലാക്കി മയങ്ങു മൗനമായി കിനാവിൽ നീ മാമ്പൂവിലെ നൊമ്പരമാകും സ്വകാര്യം തുളുമ്പും മഞ്ഞു കൂട്ടിലെ നിലാക്കിലേ മയങ്ങു മൗനമായി നീ. വസന്തം പോലെ നീ വരവായ സന്ധ്യയിൽ ഇല പോയ കൊമ്പിൽ കൂടുകൂട്ടാൻ കാത്തിരുന്നു ഞാൻ. വസന്തം പോലെ നീ വരവായ സന്ധ്യയിൽ ഇല പോയ കൊമ്പിൽ കൂടുകൂട്ടാൻ കാത്തിരുന്നു ഞാൻ. പോരുമോ പോരുമോ വീണ്ടും തൂവൽ നീയും തേരുമായി നിന്നെ തേടും എന്നിലേക്കു നീ. തുളുമ്പും മഞ്ഞു കൂട്ടിലെ നിലാക്കിലേ മയങ്ങു മൗനമായി നീ. നിറങ്ങൾ തൂവിയും നിറമാല പാകിയും മനസ്സിന്റെ ഉള്ളിൽ എന്നും ഒന്നായി ചാഞ്ഞുറങ്ങുക. എന്തിനോ എന്തിനോ വീണ്ടും ശയ്യനീത്തി മോഹമാം തീരം കാണാ കണ്ണു നീർക്കിളി
ഭഗവാൻ ബച്ചാവൂ. മേം സാബ് ജയിക്കും. ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ജയിക്കരുതെന്നല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? ഞങ്ങളുടെയൊക്കെയോ? ജഗ്ഗുവിന്റെയും നിങ്ങളുടെ അബ്ബാസിന്റെ എല്ലാം. അയ്യോ, അതെന്താ മേം സാബ് അങ്ങനെ പറഞ്ഞത്? ജഗ്ഗുവിന് ഒന്നും അറിയില്ലേ? എന്ന് ചോദിച്ചാ അബ്ബാസ് ഭായി അറിയാം. കേരളത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോ ആദ്യം ഭായി ഒഴിഞ്ഞതാ, പിന്നെ ഞാനാ നിർബന്ധിച്ചത്. എനിക്ക് ഈ നാടൊക്കെ ഒന്ന് കാണാനുള്ള കൊതിയുണ്ട്. അല്ലാതെ എന്തിനാ വന്നെന്ന് അറിയില്ലല്ലേ? അബ്ബാസ് ഭായി അതൊന്നും ഒരിക്കലും എന്നോട് പറയാറില്ല. സത്യം, എനിക്കറിയില്ല മേം സാബ്. എന്നാൽ എനിക്കറിയാം. ഇവിടെ കുഴപ്പമുണ്ടാക്കി എന്നെ തോൽപ്പിക്കാൻ നാടാന്റെ ആളായിട്ട്. ഞങ്ങളൊക്കെ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നല്ല കാര്യങ്ങളല്ലേ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ. ഇനിയും ജഗ്ഗുവിന് അറിഞ്ഞൂടെങ്കിൽ അറിയാൻ വേണ്ടിയാ പറഞ്ഞത്. എനിക്ക് നിന്റെ ആ സ്ഥാനാർത്ഥി കിളി ഒന്ന് കാണണല്ലോടാ. നീ എന്റെ ആളാണെന്ന് അറിഞ്ഞിട്ടും അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചോ? എനിക്ക് ഇച്ചിരിയൊന്നും കാണണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? അതൊക്കെ പിന്നെ പറയാം. വാ, വന്നുവെല്ലാം കഴിക്കേ. വേണ്ട, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ പച്ചവെള്ളം കഴിക്കില്ല. നമ്മളിവിടെ വന്നത് തല്ലും ബഹളം ഉണ്ടാക്കി പാർവതിയെ തോൽപ്പിക്കാനാ? അത് പറ. തല്ലും ബഹളം ഉണ്ടായത് വേണമെന്ന് വെച്ചിട്ടല്ല. പക്ഷെ ഏറ്റെടുത്ത് നടത്താതെ പോയ ഒരു സംഭവം അബ്ബാസിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോലെ ആരും ഇല്ലാത്തവരല്ലേ അവര് വളർത്തുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. ആളുകളെ ജോലിയെ ജീവിക്കാൻ ശീലിപ്പിക്കുന്നില്ല അവര്. ജഗോ, ഒരു കാര്യം നിനക്ക് ഞാൻ ഉറപ്പു തരാം. പാർവതിക്കും ആശ്രമത്തിനും അവരെ സ്നേഹിക്കുന്ന സാധാരണക്കാർക്കും ഒരാപത്തും വരില്ല. ടീക്ക്. എന്താ പേര്? ഗോപാലസ്വാമി. ഗോപാലസ്വാമിയുടെ അഭിപ്രായത്തിൽ ഈ ഇലക്ഷനിൽ ആര് ജയിക്കും? ആര് ജയിച്ചാലും നമുക്ക് പ്രയോജനമൊന്നുമില്ല. ആട്ടെ, അമ്മാവൻ ആർക്കാ വോട്ട് ചെയ്യുന്നേ? ഇതുവരെ നാടാടെ ആർക്കാ വോട്ട് ചെയ്യുന്നത്. അന്ന് എതിര് നിൽക്കാൻ ആളില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങളുടെ പണിക്കർ സാർ പറയുന്ന പോലെ എങ്ക വോട്ട് പാർവതി അമ്മാവുക്ക് താ. അതെന്താ? ഇതിനു മുമ്പൊക്കെ നിങ്ങൾ രാജമാണിക്യ നാടാർ പറയുന്ന ആൾക്കല്ലേ വോട്ട് ചെയ്തിരുന്നത്? അതെ, ചെയ്തിരിക്കോ. അവര് നിറയെ പണം തരുവാങ്ക, സാരി തരുവാങ്ക, സാരായം തരുവാങ്ക. ഇനി മേലെ നടക്കാത്. അതെന്താ കാരണം? இந்த வாட்டி நாடார் என்ன குண்டாயசம் காமிச்சாலும் பணிக்கிற சாரோட சின்ன குழந்தைக்கு தான் நாங்க ஓட்டு போடுவோம். அப்படித்தானே? அப்படிதான். എന്താ, വിശ്വാസക്കുറവുകൊണ്ടാണോ പരിശോധനയ്ക്ക് ഇറങ്ങിയത്? വിശ്വാസക്കുറവുകൊണ്ടല്ല. ഈ നാട്ടിലില്ലാത്തൊരു പരിപാടി ആയതുകൊണ്ട് ഒരു മനസമാധാനക്കുറവ്. അബ്ബാസിന്റെ പണി അബ്ബാസിന് വിട്ടുതരിക. நான் 1000 வாட்டி சொன்னேன், இவன் நம்பவே இல்ல. நீங்க நிம்மதியா நம்ம வேலையை பாருங்க. வரேன், வாயா. சந்தேகம் பிடிச்சவன்லாம் கூட வச்சுட்டு பெரிய தொல்லையா போச்சு. എടോ നാടാരെ, അവൻ പറയുന്നത് വിശ്വസിക്കാവോടോ? അവന്റെ താടിയും മുടിയും നോട്ടവും എല്ലാം കൂടെ കാണുമ്പോ நீ கவலையே படாத. அவன் பாக்குறதுக்கு தான் அப்படி, யாருகிட்டயும் பேச மாட்டான். ஆனா காரியத்துல கெட்டிக்கார. അതല്ലടോ ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ അന്നത്തെ വിരട്ട് ആ പത്രക്കാരി പെണ്ണിന് ഏറ്റ ലക്ഷണമില്ല. ഇനി അവളെ വെറുതെ വിട്ടാൽ നമ്മൾ ആപ്പിലാവും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. என்னையா பைத்தியக்கார மாதிரி பேசுற? അവൾ വീണ്ടും എന്തൊക്കെയോ കുണ്ടാമണ്ടികൾ ഒപ്പിക്കാൻ പോവാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. നമ്മുടെ ഡിസ്റ്റിലറിയും മദ്യദുരന്തവും അബ്ബാസും ഇലക്ഷനും എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി തയ്യാറാക്കി അവൾ ഡൽഹിയിലെ പത്രത്തിൽ അയക്കാൻ പോവാണെന്ന്. ഇലക്ഷൻ കമ്മീഷണർക്കും കോപ്പി അയക്കുമെന്ന്. പോയാ താൻ ആ ഇലക്ഷൻ കമ്മീഷണറെ പറ്റി കേട്ടിട്ടുണ്ടോ? അല്ല, ഇയാളെല്ലാം പത്രം വായിക്കുകയല്ലോ. അങ്ങേരാളൊരു കടിക്കാൻ പറ്റിയ എല്ലും കഷ്ണവും കാത്തു കിടക്കുകയാണ് അയാള്. മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞതുപോലെ ഈ ന്യൂസ് സ്റ്റോറിയും കൂടി ആവുമ്പോ ഇലക്ഷൻ എങ്ങാനും ക്യാൻസൽ ചെയ്യുമെന്നാണ് എന്റെ പേടി. யாரியா அந்த எலெக்ஷன் கமிஷனர்? ചീഫ് മിനിസ്റ്റർ നമ്മ പക്കം തന്നെ. ചീഫ് മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്റർ പക്ക വരുന്നാലും ഒന്നും ചെയ്യാനാവില്ല. തനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ ഇലക്ഷൻ കമ്മീഷണറെ. ഒരു നിലയ്ക്കും ആ പെണ്ണ് എഴുതുന്ന ഒരു സ്റ്റോറിയും ഡൽഹിയിൽ എത്താൻ പാടില്ല. ഓ, அப்படி ஒண்ணு இருக்கா?
എങ്ങനെ സംഭവിച്ചു എന്ന് വല്ല വിവരമുണ്ടോ? അന്വേഷിക്കുന്നുണ്ട് സാർ. ஏதோ ஆக்சிடென்ட்ல செத்து போச்சுன்னு கேள்விப்பட்டேன். എന്തായാലും വിശദമായ അന്വേഷണം വേണം സാർ. വാ. പത്രങ്ങളുടെയും പത്രക്കാരുടെയും സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതിലൊരു വീഴ്ചയും ഉണ്ടാവില്ല. ഈ കാര്യം ഞാൻ വീണ്ടും 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 പൊക്കിപ്പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. കവിതാ മേനോന്റെ മരണം ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതകമാണ്, ആസൂത്രിതമായ കൊലപാതകം. ഇതിന്റെ പിന്നിലുള്ള കറുത്ത ശക്തികളെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ഞാനും എന്റെ പാർട്ടിയും ശക്തമായി ശ്രമിക്കുന്നതാണ്. ഈ നാട്ടിലെ നിയമസമാധാനം തകർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ സംഭവം. ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയായ മന്ത്രി മുഖവിന്റെയും DGPയോട് തിരിച്ചു വിളിക്കാമെന്ന് പറയൂ. എന്തായാലും താനും രാജമാണിക്യം നാടാരും കൂടി ചെയ്ത ചെയ്ത്ത് ഒരു കടുങ്കൈയായി പോയി സിക്കേ. നാടാകെ ഇളകിയിരിക്കുക. കൂടാതെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ എൻക്വയറീസ് വേറെ. നമ്മൾ എന്ത് മറുപടി പറയും? എന്താ ഒന്നും മിണ്ടാത്ത രാമേഷ? താനാ ഹോം മിനിസ്റ്റർ, മറക്കണ്ട. ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കണമെന്ന് കളക്ടർമാർക്കെല്ലാം നിർദ്ദേശം കൊടുക്കാം. അല്ല എന്ത് ചെയ്യാനാ CM? അപ്പോഴേ എന്ത് നിർദ്ദേശം കൊടുത്താലും മീനാക്ഷിപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. പ്രതിപക്ഷ നേതാവിന്റെ പൊതുയോഗത്തിൽ ബോംബ് വീണെന്ന് ആര് പറഞ്ഞു? അത് ബോംബായിരുന്നില്ല. ഇറ്റ് വാസ് എ നാച്ചുറൽ മിസ്ഹാപ്പ് ഇൻ കണക്ഷൻ വിത്ത് പവർ സപ്ലൈ. ഒരു അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് മാത്രം എന്നൊരു പ്രസ്താവന CM പത്രങ്ങൾക്ക് എഴുതി കൊടുക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അത്തരത്തിലുള്ള റിപ്പോർട്ട് അയക്കാൻ ചീഫ് സെക്രട്ടറിയോട് പറയണം. മുമ്പൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ഈച്ചയ്ക്ക് പോലും കോട്ടം സംഭവിക്കാൻ സാധ്യതയില്ലാത്തടത്ത് 7000 പേർ ചാകുമെന്ന് എഴുതി കൊടുത്തില്ലേ? CMന് ഡൽഹിയിലുള്ള സ്വാധീനം വെച്ച് ഇക്കാലത്ത് നടക്കാത്തതായിട്ട് എന്താ ഉള്ളത്? CK പറഞ്ഞതിലും ബുദ്ധിയില്ലാതില്ല. വിളിക്കണം CM ചീഫ് സെക്രട്ടറിയെ. വളരെ വറീഡാണല്ലോ. ഇറ്റ് ഈസ് ഓൾ പാർട്ട് ഓഫ് ദിസ് ജോബ്. ഇതിനേക്കാൾ ഭേദമായിരുന്നു പഴയ ടീച്ചറുടെ ജോലി എന്ന് തോന്നുന്നുണ്ടോ? ദേ, ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഉത്തരവിന് കാത്തു വെക്കുന്ന പട്ടാളക്കാരന്റെ അവസ്ഥയാ. എന്താന്ന് വെച്ചങ്ങ് പറഞ്ഞാൽ മതി. ആ, ഞാൻ രാജുവിനെ അടിയന്തരമായി വിളിപ്പിച്ചത് സിറ്റുവേഷൻ ഒന്ന് അസസ് ചെയ്യാനാണ്. മറ്റന്നാൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യാം. ആരെ ഒതുക്കണം അതിങ്ങ് പറഞ്ഞാ മതി. അടിയുണ്ടാക്കാൻ തനിക്ക് ധൃതിയായി. സമാധാനമായ ഒരു ഇലക്ഷൻ ആ ക്രിമിനൽ പുറത്ത് നിൽക്കുമ്പോൾ നടക്കുവോ? അവനെ പോക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇനി രാജമാണിക്യം നാടാരെ 2 ദിവസം ലോക്കപ്പിലിടണം. അത്രയ്ക്കൊന്നും വേണ്ട. എന്നാ മേഡം പോയി ഒരു ട്രാങ്ക്ലേസർ ഒക്കെ അടിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങ്. ഇനി ഇത് കഴിഞ്ഞിട്ടേ എനിക്ക് ഉറക്കുള്ളൂ. എവിടാ അവൻ? അബ്ബാസ് അറിയില്ല. അറിയില്ലടാ റാസ്കൽ. സത്യം 2 ദിവസമായി അബ്ബാസ് ഭായ് പോയിട്ട്. നീ അവന്റെ ആരാ? എന്റെ ഭായിയ. ഭായ് നിന്നെ തൂക്കിയെടുത്ത് അകത്തിട്ടാ മതി. അവനങ്ങ് സ്റ്റേഷനിൽ വരും. അത് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ അതൊരു ആണത്തും ഇല്ലാത്ത പരിപാടിയാ. ഞാന് അവനെ നേരിട്ട് കണ്ടോളാം. ഇത് ഒരു വഴിത്തിരിവാണെന്ന് വിചാരിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാ ബൂത്തിലും നമ്മൾ ആളുകളുണ്ട്. നമസ്തേ ജി. വാ.
വിജയ് ആപ്കി പാസ് ജരൂർ. നേതാജി പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കില്ല. അബ്ബാസ് ഭായി എന്നോട് സത്യം ചെയ്ത് പറഞ്ഞു, നേതാജി ജയിക്കും. പോട്ടെ ജഗ്ഗു. നമസ്തേ ജി. നമസ്തേ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനിവിടം വിടും. പാർവതിജി MLA എന്ന് കണ്ട് സന്തോഷത്തോടെ. ഒരുപക്ഷെ ഇനി ഒരിക്കലും ഇങ്ങോട്ട്. അങ്ങനെ പറയരുത്. നിനക്ക് എപ്പോഴും ഇങ്ങോട്ട് വരണം. ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. വോട്ടെണ്ണുമ്പോ ഇവരുടെ ഗതി എന്താവും? അവൻ ഗതി അതോ ഗതി ഗോവിന്ദ. ഇല്ല സർ, ഐ എം ഷുവർ എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട്. ബാലറ്റ് പേപ്പർ തന്നെ വ്യാജമാണോന്ന് സംശയമുണ്ട്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് സർ. സാർ ഇപ്പൊ തന്നെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ധരിപ്പിക്കണം പ്ലീസ്. മീനാക്ഷിപുരം നിയോജക മണ്ഡലത്തിൽ 12 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ എതിർ സ്ഥാനാർത്ഥി കുമാരി പാർവതി പണിക്കരേക്കാൾ 15,000-ൽ പരം വോട്ടുകൾക്ക് മുന്നിലാണ് ശ്രീ CK രാധാകൃഷ്ണൻ. ഇതിലേതാണ്ട് ചതിയുണ്ടെന്ന് തോന്നുന്നല്ലോ. ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ കൂടുതൽ പോലീസിനെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. குடிங்க, சந்தோஷமா குடிங்க. அதான் மினிஸ்டர் சேர் கன்ஃபார்ம் ஆயிருச்சு. അളിയ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ ഇനി ഇതുപോലെ ഒരുപാട് ആവശ്യങ്ങൾ വരും. അന്നൊന്നും ഞങ്ങളെ തഴഞ്ഞുകളയല്ലേ. ஒரு மினிஸ்டர் மாதிரியா நீ நடந்துக்கிற? சும்மா உட்காரியா, மூடிட்டு உட்காரியா. அப்பாஸ், நான் உங்களுக்கு வார்த்தை கொடுத்த மாதிரி நீங்க செஞ்ச வேலைக்கு അയാൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കില്ല. കൂടുതൽ പോലീസ് ഫോഴ്സ് വേണം. ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ സർ. എന്താ മേഡം? ഇലക്ഷൻ അസാധുവായി പ്രഖ്യാപിച്ചു. TV ന്യൂസ് ഇന്ന് രാത്രി തന്നെ ഉണ്ടാവും. ഓർഡിനൻസ് നാളെ വരും. ഈ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്ന് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. സമാധാനമായി. എന്തുപറ്റി? അല്ല, നാടാരെയും അവന്റെ UP-ക്കാരൻ കൂലിത്തല്ലുകാരനെയും ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയ സമയമായിരുന്നു. അതിനു മുൻപ് ട്രാൻസ്ഫർ കിട്ടിയില്ലേ? അല്ല, അവന്മാരെ കൊണ്ട് അതല്ല പറ്റൂ. വിഷമിക്കണ്ട. ട്രാൻസ്ഫർ ആയി ചെല്ലുന്നിടത്തും കാണും നാടാരും CKയും അബ്ബാസും ഒക്കെ. തൊലഞ്ഞില്ലേടോ, എല്ലാം തൊലഞ്ഞില്ലേ.
മന്ത്രിക്കസാരയും പത്രാസും ഒക്കെ ഇനി വിരലിലെണ്ണാവുന്ന ദിവസത്തേക്കേ ഉള്ളൂ. അയാളും അയാളുടെ ഒരു അമ്മാനുള്ള ഖാനും. അന്നേ ഞാൻ പറഞ്ഞതാ ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കാനേ സാധ്യതയുള്ളൂ എന്ന്. അപ്പൊ താൻ എന്താ പറഞ്ഞത്? CM പക്കമുണ്ടെന്ന്. എന്ത് പ്രയോജനമാണോ ഇതുകൊണ്ടൊക്കെ ഉണ്ടായത്? കവലപ്പെടാതെ നമ്മ ഡിസ്റ്റിലറി ഇരിക്കേ, നീ ഡയറക്ടർ ആയിട്. ഓടോ. അവനോ എന്റെ അമ്മയുടെ ഡിസ്റ്റിലറി അനുവദിച്ച് ഞാനാണെങ്കിൽ അതിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനും എനിക്കാവും. തന്നെ പോലുള്ള കുത്തക താല്പര്യങ്ങളുടെ അധോലോക രാജാക്കന്മാരും അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഇന്നാട്ടിലെ രാഷ്ട്രീയ പേക്കോലങ്ങളുമാണ് ഈ രാജ്യത്തെ ഇങ്ങനെയാക്കിയതെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. ഞാൻ അടക്കമുള്ള ഇവിടുത്തെ സമസ്ത രാഷ്ട്രീയ നേതൃത്വത്തെയും ചുമരുചാരി നിർത്തി വെടിവെച്ച് കൊല്ലേണ്ട കാലം കഴിഞ്ഞുവെന്ന് ഇന്നാട്ടിലെ പാവപ്പെട്ട ഗ്രാമവാസികൾ വരെ മനസ്സിലാക്കി കഴിഞ്ഞു. ലജ്ജ തോന്നുന്നുണ്ടോ? എനിക്ക് ലജ്ജ തോന്നുന്നു. പറയും, ഞാൻ എല്ലാം പറയും. പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പറയും. നീയും നിന്റെ മുഖ്യമന്ത്രി എല്ലാരും തൂങ്ങും. നോക്കിക്കോ. മതി അല്ലേ ജഗോ? അതെ, അബ്ബാസ് ഭായി ഇങ്ങനെ കുടിക്കാറില്ലല്ലോ. കുടിക്കുന്ന കാര്യം അല്ലടാ പറഞ്ഞത്. നാളെ നമ്മൾ ഇവിടം വിട്ടു പോകുന്നു. തിരിച്ചു പോകുന്നത് നമ്മുടെ പഴയ താവളത്തിലേക്കല്ല. കുറെ യാത്ര ചെയ്യണം. കുറെ കാലം എല്ലാം വിട്ട് എവിടെയെങ്കിലും സമാധാനമായി കൂടണം. അതിനു മുമ്പ് എന്റെ മെയിം സാബിനോട് പറഞ്ഞേര്, ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, ചെയ്തു പോയതിനൊക്കെ അബ്ബാസ് ഭായ് എന്തെങ്കിലും പ്രായച്ചിത്തം ചെയ്തോളാന്ന്. ചെല്ല്. ജാവോ യാർ. ചലോ. ചൽ. മതിയായല്ലോ നിങ്ങളുടെ നാടാർക്കും അബ്ബാസിനും. എന്തിനായിരുന്നു ഈ ബഹളമൊക്കെ? ഇപ്പൊ ആർക്കും ഇല്ലാണ്ട് പോയില്ലേ? അബ്ബാസ് ഭായിക്ക് വിഷമമുണ്ട്. എന്തെങ്കിലും ഇതിന് പ്രായച്ചിത്തം ചെയ്തോളാന്ന് എന്നോട് പറയാൻ പറഞ്ഞു. സത്യം. തെമ്മാടികളുടെ മനസ്സിലും നന്മയുണ്ടാവുമെന്ന് മുത്തശ്ശൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി. മേം സാബ്, എന്നെ വെറുക്കരുത്. ഞാൻ എന്തിനാ ജഗ്ഗുവിനെ വെറുക്കുന്നത്? പിന്നെ അറിഞ്ഞോണ്ട് എന്തിനാ ജഗ്ഗു അയാളുടെ കൂടെ? ഞാൻ അബ്ബാസ് ഭായിയെ വിട്ട് എവിടെയും പോവില്ല, അയാൾ ആരായാലും. ഞാൻ പോണു. ഇനി എന്തെങ്കിലും ഞാൻ വന്നാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വേണം എന്നെ കാണാൻ. പോട്ടെ. அந்த நாயை தூக்கி கொக்கையில போடுறான். இதுக்கு சாட்சி இருக்க கூடாது, அடிச்சு கொல்லுங்கடா.
அந்த பணிக்கரையும் அவன் ஆசிரமத்தையும் க்ளோஸ் பண்ணிடுவான். வாங்க. अरे जगो आओ ना. जगो जगो. സീക്ക് കൊല്ലുന്നത് കണ്ടു. നാടോരെന്നെ കുത്തി അവര് മണിക്കൂർ സാറിന്റെ അടുത്തേക്ക് പോയി. பணிக்கர், நீ என்னைக்கு இந்த கிராமத்துக்குள்ள ஆசிரமம் கீசிரமம் காலெடுத்து வச்சியோ அன்னைக்கே தெரியும் உன்னால எனக்கு தொல்லை வரும். இனிமே நான் விட மாட்டேன். உன்னை உயிரோட நான் விட மாட்டேன். உன்னை மட்டும் இல்ல, இந்த மொத்த ஆசிரமத்தை சுருகாக்கிடுவேன். சார் மாறிக்கோ.
മുത്തു 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 ഈ സ്ഥലവും നിങ്ങളെയൊക്കെ ജഗുന് വലിയ ഇഷ്ടമായിരുന്നു. ഇവനെ നിങ്ങൾ ഇവിടെ സംസ്കരിക്കണം. എന്നെങ്കിലും ഞാൻ തിരിച്ചു വന്നാൽ എന്നെ ഒരു ബന്ധുവായി കൂട്ടണം. ചെയ്തു പോയതിനൊക്കെ